ഹായ് എവ്രിവൺ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ദ മല്ലു ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന പേജിലൂടെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ജിഷ്ണു ജയരാമചന്ദ്രനാണ്. ഹായ് ജിഷ്ണു, താങ്ക് യു ഫോർ Hi, കമ്മിങ്. Patu. Of course. സോ ജിഷ്ണുവിനെ ഞാൻ എങ്ങനെ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ജിഷ്ണുവിന്റെ റീൽസ് ഒക്കെ ഇങ്ങനെ സ്റ്റോറി ആയിട്ടും ആൾക്കാർ ഷെയർ ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടിട്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഇങ്ങനെ റീൽസ് സെൻഡ് ചെയ്ത് തന്നപ്പോഴാണ് ഓക്കെ ജിഷ്ണുവിനോട് സംസാരിക്കണം, ജിഷ്ണുവിന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് അറിയണം എന്നൊക്കെ എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ജിഷ്ണു ഇന്ന് നമ്മളുടെ കൂടെ വന്നിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ജിഷ്ണു. Of course, happy to be here. ഓക്കെ. സോ ജിഷ്ണുവിന് എല്ലാവർക്കും അറിയാം, ജിഷ്ണു ക്യാപിറ്റലിസം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ക്യാപിറ്റലിസത്തിന് വേണ്ടിയിട്ടും അതിനെ റിഫ്യൂട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് വീഡിയോസ് ജിഷ്ണു ചെയ്യാറുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം എനിക്കും ജിഷ്ണു പറയുന്നതിനോട് വലിയ വിയോജിപ്പുകളൊന്നും ഇല്ല. എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഡെവിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് ജിഷ്ണു പറയുന്ന ക്യാപിറ്റലിസത്തോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, ഇതൊരു എക്കോ ചേംബർ ആയി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒപ്പോസിംഗ് വ്യൂ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒപ്പോസിംഗ് ഐഡിലുള്ള ആൾക്കാർക്കും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. സോ ഇത് ജസ്റ്റ് ഒരു എക്കോ ചേംബർ ആയി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആയിരിക്കില്ല, ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന ഒപ്പീനിയൻസിനെതിരായിരിക്കും ഞാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അത് എന്റെ ഒപ്പീനിയൻസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡിസ്ക്ലെയിമർ ആണ് പറയുന്നത്. സോ ഈ കോൺവെർസേഷനിലെ മോഡറേറ്ററും ഹോസ്റ്റും ഒക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഗസ്റ്റിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി, ഗസ്റ്റിന്റെ ഒപ്പീനിയൻസിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു സോഷ്യലിസ്റ്റിനെ നെക്സ്റ്റ് ടൈം ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഈ സെയിം ഫോർമാറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. സോ ലെറ്റ്സ് ജസ്റ്റ് ബിഗിൻ ബൈ സേയിങ് ലൈക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് യുവർ ചൈൽഡ്ഹുഡ് ആൻഡ് ഹൗ യു എൻഡഡ് അപ്പ് ഹിയർ. എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം ചാനലും യൂട്യൂബിലും അതുപോലെ ക്യാപിറ്റലിസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? എങ്ങനെയായിരുന്നു ട്രാജക്ടറി? നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരോ? ഷുവർ. ഞാൻ ഏതൊരു ഏവറേജ് മലയാളിനെയും പോലെ നാട്ടിലൊക്കെ പഠിച്ച് എൻ്റെ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി വരെയും നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ കേരളത്തിൽ തന്നെ മൂന്നാർ പോയി, അവിടെ ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർ MBA, പിന്നെ അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ആ സമയത്താണ് ഞാൻ കുറേ എസെൻസിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇടവന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിൽ ഇൻട്രസ്റ്റഡ് ആയി. ഒരു ട്രഡീഷണൽ എന്താ പറയുക, മതം എല്ലാം ഉള്ള ഒരു വീട്ടിൽ നിന്ന് പുറത്തു വന്ന് ഇങ്ങനെയുള്ള പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അത് ഭയങ്കര ഫാസിനേറ്റഡ് ആയി. അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ മതത്തിൽ നിന്നൊക്കെ പുറത്തു വന്നു. പിന്നെയാണ് ഞാനിങ്ങനെ ഈ മതമില്ലാത്ത രാജ്യങ്ങളെ പറ്റിയിട്ടൊക്കെ കേൾക്കുന്നത്. അധികം ആളുകൾ റിലീജിയനിൽ വിശ്വസിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത രാജ്യങ്ങളെ പറ്റിയിട്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു എക്സ്പ്ലോർ ദോസ് കൺട്രീസ്. ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ ഈ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര കുറവാണ്. ആളുകൾ സെക്യുലറായിട്ട് ജീവിക്കുന്നത് കേട്ടപ്പോൾ അത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കാനഡയിൽ എത്തിപ്പെടുന്നു, കാനഡയിൽ പഠിക്കാനായിട്ട് വന്നു. പിന്നെ അപ്പോഴും നമ്മൾ മെയിൻ പ്രശ്നങ്ങളായി കാണുന്നത് മതത്തിൻ്റെയും ഈ എന്താ പറയുക മതത്തലച്ചോറുകളുണ്ടല്ലോ. ഭയങ്കര വിശ്വാസം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻസ് ആണ് ലോകത്തിന് പ്രശ്നം എന്നൊക്കെ അങ്ങനെ കരുതിയിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പോഴാണ് പിന്നെ ഏതൊരു സമയത്ത് എനിക്ക് ഞാൻ കുറച്ച് ക്യൂരിയസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് എന്താണ് സോഷ്യലിസം, ക്യാപിറ്റലിസം എന്നൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ഇതൊന്നും റിലേറ്റ് ചെയ്യുന്നില്ല നമ്മൾ കംപ്ലീറ്റ്ലി. ഓക്കെ, ഈ മേഖല എനിക്ക് അറിയില്ലല്ലോ, എക്കണോമിക്സിൻ്റെ ഈ ഒരു മേഖല കുറച്ച് മനസ്സിലാക്കി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ കാലമായിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിച്ച് അങ്ങനെ അത് മനസ്സിലാക്കി വന്നപ്പോഴാണ് ഇപ്പൊ മതം ഏതായാലും ഇനിയിപ്പോൾ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഐ വാണ്ടഡ് ടു എക്സ്പ്ലോർ ദാറ്റ് മോർ. അപ്പോഴും ഞാൻ ഭയങ്കര അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളാണ് എക്കണോമിക്സ് ആയിട്ട്. ലൈക്ക് ഏതാണ് നല്ലതെന്നുള്ളത് എനിക്കും അറിയില്ല. നമ്മൾ കുറച്ചും കൂടി ലെഫ്റ്റ് ലീനിങ് ആയതുകൊണ്ട്, ഈ കാര്യങ്ങളൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ മോറൽസ് കൂടുതൽ അലൈൻ ചെയ്ത് നിന്നിരുന്നത് ഈ സോഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ ആളുകളെ സഹായിക്കണം, ആളുകൾ സഹായം അർഹിക്കപ്പെടുന്നുണ്ട്, തുല്യത, അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമ്മുടെയും ഒരു ചിന്താഗതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ആ സൈഡിലേക്ക് ആയിരുന്നെങ്കിൽ പോലും പിന്നെയാണ് നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്. ക്യാപിറ്റലിസ്റ്റ് വേൾഡിലെ മൊറാലിറ്റി എങ്ങനെയാണ് വർക്കാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഇത് കൂടുതൽ ആളുകൾ അറിയണം. നമ്മുടെ നാട്ടിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യലിസ്റ്റിന്റെ പേരിൽ ആളുകൾ രക്ഷകർ ചമഞ്ഞ് വളരെ പാവപ്പെട്ട ആളുകളുടെ എന്താ പറയുക അന്നം മുടക്കുന്നതാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വരുന്നത് കുറെ അതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. ദെൻ ഐ വോണ്ടഡ് ടു ലൈക്ക് ആളുകളെ ഇത് ബോധിപ്പിക്കണം.
നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് നമ്മളാണ്, അല്ലാതെ മറ്റൊരാൾ നമ്മളെ സഹായിച്ചാൽ അല്ല നമുക്ക് ബെറ്റർ ലൈഫ് വരിക എന്നുള്ള ആളുകളെ ബോധിപ്പിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് മല്ലു ക്യാപിറ്റലിസ്റ്റ്. യെസ്, സോറി ടു ലോങ്. ദാറ്റ്സ് ഓക്കെ. എന്റെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എപ്പോഴും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോൾ ഒരു പഴം, അതിന്റെ മുകളിലൊരു മൈക്ക് ഉണ്ടാവും. പഴം എവിടെ, മൈക്ക് എവിടെ? യെസ് ഞാൻ വിചാരിച്ചു അവിടെ ഇരുന്നാലോ എന്ന് വിചാരിച്ചാണ്. പക്ഷെ പഴം ആക്ച്വലി ഞാൻ ചുമ്മാ ഈ ഇൻസ്റ്റാഗ്രാം ഗിമ്മിക്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു 3 സെക്കൻഡ് അറ്റൻഷൻ സീക്കിങ് അതിലൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണല്ലോ. അപ്പൊ ഞാൻ ആദ്യം പല സാധനങ്ങളായിരുന്നു. അപ്പോൾ കുറെ സാധനങ്ങൾ പറ്റി, ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം തീർന്നു, പുറത്തുള്ള സാധനങ്ങളെല്ലാം തീർന്നു. പിന്നെയാണ് വിചാരിച്ചത് ഓക്കെ ലെറ്റ്സ് ഗോ കൺസിസ്റ്റന്റ്. പിന്നെ ആരിഫ് ബ്രോ സജസ്റ്റ് ചെയ്ത് ഓക്കെ നീ കിച്ചണിലേക്ക് സംസാരിക്കുന്നുണ്ട്, പഴം പിടിച്ച് അങ്ങനെ പഴത്തിൽ തന്നെ പിടിച്ചാൽ മതി എന്നുണ്ട്. അങ്ങനെ അതും കൂടി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ അല്ലെ, ഇപ്പൊ പഴം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യില്ല, പഴം പുതിയ പഴം വേണം. നാട്ടിലെത്തിയിട്ട് ഇനി അരിവാള് പിടിച്ചിട്ട് അതിന്റെ മുകളിൽ മൈക്ക് വെച്ച് വീഡിയോ വേണം. ഓക്കെ, സോ നമുക്ക് തുടക്കം തൊട്ട് ഡെഫിനേഷണൽ ഡിഫറൻസസ് വെച്ച് തുടങ്ങാം. എന്താണ് ഫ്രം ബേസിക്സ്, ലൈക്ക് എന്താണ് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ്? ഇതിന്റെ മുന്നിന്റെ ഡെഫിനേഷൻസ് വെച്ച് നമുക്ക് തുടങ്ങാം. സോ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇത് പല ആസ്പെക്റ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഒരു ബേസിക്കലി നമ്മൾ സോഷ്യലിസം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന കാര്യം ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഉൽപാദനം എങ്ങനെ നടത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ 3 ഐഡിയോളജിനെയും 3 വ്യവസ്ഥേനെയും 3 സിസ്റ്റത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യലിസം പറയുന്നത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഉപാധികളെല്ലാം തന്നെ സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെയോ ഓണർഷിപ്പിൽ വരണം. എന്നിട്ട് സെൻട്രലി പ്ലാൻഡ് ആയിട്ട് നമ്മൾ ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇനി ഇത് കമ്മ്യൂണിസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ ബേസിക്സ് തന്നെ ദർ ഇസ് നോ സ്റ്റേറ്റ്, ക്യാഷ്ലെസ്, ക്ലാസ്ലെസ്. ഒരു ക്യാഷ് ഉണ്ടാവില്ല, മുതലാളി തൊഴിലാളി വ്യത്യാസം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ബൂർഷ പ്രോലറ്ററിയേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കില്ല, സ്റ്റേറ്റും ഉണ്ടായിരിക്കില്ല, ഗവൺമെന്റും ഉണ്ടായിരിക്കില്ല. ആളുകൾ കമ്മ്യൂണായിട്ട് ജീവിക്കും, അവരവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു അസംഷൻ. സോ ദർ ഇസ് നോ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റുകൾ ഇല്ല. പക്ഷെ അത് മാർക്സും ഏംഗൽസും തുടങ്ങി, അല്ലെങ്കിൽ അതിന് മുന്നേ അങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് അവർ പറഞ്ഞത് ക്യാപിറ്റലിസം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക എക്സ്ട്രീം സർപ്ലസ് പ്രൊഡക്ഷനിലേക്ക് പോകും, എന്നിട്ട് അതിൽ നിന്ന് അതേസമയം തന്നെ സോഷ്യലിസം വരും. ഇപ്പോൾ ഉള്ള പോലെ സോഷ്യലിസത്തിലൂടെ നമ്മൾ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകും എന്നുള്ളതാണ് അവരുടെ ഒരു വിഷൻ. പക്ഷെ ഇതിന് കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നടക്കുന്നതും ഇപ്പൊ ഇവർ സോഷ്യലിസം എന്ന് അവകാശപ്പെടുന്ന ഒന്നും ശരിക്കും സോഷ്യലിസം അല്ല. ഇപ്പൊ ക്യാപിറ്റലിസം പരമാവധി ഇപ്പൊ ഇനി നമുക്ക് ക്യാപിറ്റലിസ്റ്റിന് എന്താണെന്ന് പറയാം. ക്യാപിറ്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു വാക്കിൽ ക്യാപിറ്റലിസം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം എന്നുള്ളതാണ്. നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. നമ്മൾ സ്വതന്ത്ര വ്യക്തികളായിരിക്കും ഈ ഉൽപാദന ഉപാധികളെല്ലാം തന്നെ ഓൺ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ സംഭവിക്കുന്നത് വോളണ്ടറി ട്രേഡ് ആണ്. ഇപ്പോൾ പാത്തുവിന് വാല്യൂ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സാധനം എന്നിൽ നിന്ന് കോവേഷൻ ഇല്ലാതെ ഇപ്പോൾ കാശ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ട്രേഡിനെ, ആ ഒരു എക്സ്ചേഞ്ചിനാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എക്കണോമിക് ഫ്രീഡം എന്ന് പറയുന്നത്. സോ ബേസിക്കലി പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്ലസ് വോളണ്ടറി ട്രേഡ് എന്നൊക്കെ പറയാം. ദർ ഇസ് നോ കോവേഷൻ, ദർ ഇസ് മണി ഇൻവോൾവ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് കോംപ്ലെക്സ്. സോ അതൊരു വാക്കിൽ പറയാൻ പറ്റില്ല. സോ മോർ എക്കണോമിക് ഫ്രീഡം മീൻസ് മോർ ക്യാപിറ്റലിസം, റൈറ്റ്? സോ അതാണ് ഇസങ്ങൾ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് മേക്സ് സെൻസ്. യെസ്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ ജിഷ്ണു ജസ്റ്റ് പറഞ്ഞു പോയി യഥാർത്ഥ സോഷ്യലിസം എന്നുള്ളത് ഇവർ ഉദ്ദേശിക്കുന്ന പോലെയല്ല നടക്കുന്നത്. സത്യമാണ്. ഒരു ലാർജ് മോഡേൺ സൊസൈറ്റിയിൽ തിയറിറ്റിക്കലി 100% തിയറിറ്റിക്കലി കമ്മ്യൂണിസം പോസിബിൾ ആയിട്ടില്ല ഇതുവരെ. അത് നമുക്കറിയാം. സോ പൊതുവെ ക്യാപിറ്റലിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിസം ഡസൻ വർക്ക്, അല്ലെങ്കിൽ സോഷ്യലിസം ഡസൻ റിയലി വർക്ക്. ഇത് ശരിക്കും വർക്ക് ആവില്ല, പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഹൈ എക്കണോമിക് ഫ്രീഡം ഉള്ള ഒരു നാടാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് പോലും 100% ക്യാപിറ്റലിസ്റ്റിക് അല്ല. കാരണം അവിടെ 5% ഓഫ് ദി പോപ്പുലേഷൻ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ പബ്ലിക് സർവീസസ് ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അത് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാരെടുത്ത്. അതുപോലെ തന്നെയാണ് സിംഗപ്പൂരിൽ ഫ്രീഡത്തിന്റെ പേര് പറയുകയാണെങ്കിൽ ലച്ചുവിംഗം ചവക്കുമ്പോൾ പോലും ഹൈ ഫൈൻസ് ആണ് അവിടെ കിട്ടുന്നത്. അവിടെ പബ്ലിക് ഹൗസിംഗ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ US-ന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ 15% ഓഫ് പോപ്പുലേഷൻ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്, ഗവൺമെന്റ് സെക്ടേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഫാർമേഴ്സ്, അതുപോലെ ചിപ്പ് മാനുഫാക്ചറേഴ്സിനൊക്കെ സബ്സിഡീസ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. സോ അങ്ങനത്തെ കാര്യത്തില് സോഷ്യലിസം
ചില കാര്യങ്ങളിൽ സോഷ്യലിസം കൂടെ മിക്സ്ഡ് ആണ്. സോ സോഷ്യലിസം 100% വർക്ക് ചെയ്യില്ല എന്ന് പറയും, ക്യാപിറ്റലിസം ആണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എവിടെയാണ്, വേർ എക്സാക്ട്ലി ഹാസ് ക്യാപിറ്റലിസം വർക്ക്ഡ്? ശരിക്കും ഏത് നാട്ടിലാണ് 100% ക്യാപിറ്റലിസം വർക്ക് ആയിട്ടുള്ളത്? ഓക്കെ, ഇത് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ചോദ്യമാണ്. എവിടെയാണ് 100% ക്യാപിറ്റലിസം ഉള്ളത്? അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്നില്ലേ പല ബിസിനസ്സുകൾ എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമുക്ക് ഒരു കൺട്രി എടുത്ത് തുടങ്ങാം. അതായത് മനുഷ്യരിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതായത് നമ്മൾ ഓൾട്രുയിസ്റ്റിക് ആയിരിക്കണം, നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കണം, കരുണ വേണം, ദാനം ചെയ്യണം, അല്ലെങ്കിൽ പാവപ്പെട്ടവനെ സഹായിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ആളുകളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ അനുവദിച്ചാൽ, അല്ലെങ്കിൽ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിച്ചാൽ മാത്രമാണ് അവർക്ക് ജീവിതത്തിൽ മെച്ചം ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മള് there are influencers, കാർണിവോറസ് ഡയറ്റ് സജസ്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു കാണും. അവര് they still use some kind of spices, some kind of ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവരവരുടെ മാരിനേഷൻ ഒക്കെ ഉണ്ടാക്കുക. ചിലപ്പോൾ അവർ ബേസിക്കലി കഴിക്കുന്ന മീറ്റ് ആണ്, പക്ഷെ അവർ മാരിനേഷനൊക്കെ വേണ്ടിയിട്ട് ഈ വക സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മൾ അവരെ കാർണിവോർ ഡയറ്റ് ചെയ്യുന്നവരെന്നാണ് പറയുക. അത് അവരെ മിക്സ്ഡ് എന്താ പറയുക, മിശ്ര ബുക്കുകൾ എന്നാണോ നമ്മൾ പറയുക? കാർണിവോർസ് എന്ന് പറയും. ബേസിക്കലി അവർ കാർണിവോർ ഡയറ്റ് ആണ്. അതാണ് അവരുടെ ബേസിക് ഫ്യൂൽ ഓഫ് എനർജി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇതുപോലെയാണ് ഓരോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസും. അതിന്റെ മെജോറിറ്റി ഓഫ് ദി വെൽത്ത് ക്രിയേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഉൽപാദനം എന്ന് പറയുന്നത് നടക്കുന്നതെല്ലാം ഈ ക്യാപിറ്റലിസ്റ്റിക് പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ്. സോ ദേ അൺലീഷ് ദ എന്താ പറയുക, ക്യാപിറ്റലിസ്റ്റ് മഷീൻ പരമാവധി, എന്നിട്ട് അതിൽ നിന്നാണ് അവരുടെ വെൽത്തും അവരുടെ വരുമാനവും അവരുടെ പ്രൊഡക്ഷനും എല്ലാം ഉണ്ടാക്കിയിരുന്നതെന്നാണ്. അതിനുശേഷം അവർക്ക് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കുറച്ച് സെക്ടേഴ്സ് ഒക്കെ ആവാം, മനസ്സിലായി? പിന്നെ ഗവൺമെന്റിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പൊ ഇനി സമൂഹത്തിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സമൂഹം പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റ് നമുക്കൊരു രക്ഷകനായി വരും, ഗവൺമെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇതൊരു എന്താ പറയാ, ഈ ദൈവവിശ്വാസം പോലുള്ള ഒരു സംഭവമാണ്. ഒരു എൻറ്റിറ്റി, നമ്മളെ സഹായിക്കാനുള്ള ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റൊരു എൻറ്റിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യാണ്. അതാണ് ഈ ഗവൺമെന്റ് എല്ലാം തരുന്നു പറയുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സിംഗപ്പൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എപ്പോഴും പ്രോമിസ് ചെയ്യും. അപ്പൊ എത്ര അമേരിക്ക വലിയ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെന്ന് പറഞ്ഞാലും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് മെഡിക്കൽ കെയർ തരാം, ഞങ്ങൾ നിങ്ങൾക്ക് എന്താ പറയാ ടാക്സ്, റിച്ചിനെ ടാക്സ് ചെയ്യാം, ഈ വക ഓഫേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഗവൺമെന്റ് പോലും വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനി എത്ര വലിയ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെന്നുണ്ടെങ്കിലും ആളുകളെ കണ്ണിൽ പൊടിയിടാനും ഇങ്ങനെ സഹായിക്കാം എന്ന് പറയാനൊക്കെ വേണ്ടിയിട്ട് അവർ കുറച്ച് ഗവൺമെന്റ് സെക്ടേഴ്സ് ഒക്കെ കാണും. പക്ഷെ മെജോറിറ്റി ഓഫ് ദി വെൽത്ത് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കംപ്ലീറ്റ്ലി ക്യാപിറ്റൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ്. എന്തിന് ഈ പറയുന്ന അത്രയും വലിയ കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുന്ന രാജ്യം പോലും ഈ ക്യാപിറ്റലിസ്റ്റ് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ മെജോറിറ്റി ഓഫ് ദി വെൽത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടാണ് അവര് ജനങ്ങൾക്ക് കുറച്ച് എന്താ പറയാ ഫ്രീ ബീസോ അല്ലെങ്കിൽ പെൻഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ സോഷ്യലിസ്റ്റ് ആണെന്ന് അവകാശപ്പെടുക. സോ ദാറ്റ്സ് എ പോയിന്റ്. ഇപ്പൊ അമേരിക്കയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചാല് 100% ക്യാപിറ്റലിസം അല്ല അവിടെ നടക്കുന്നത് എന്നുള്ളതല്ലേ. 100% അല്ല, കുറച്ച് സോഷ്യലിസം കൂടെ മിക്സ്ഡ് അല്ലേ അവിടെ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം, അതായത് 100% ക്യാപിറ്റലിസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ക്യാപിറ്റലിസം അല്ല. നമ്മൾ ആരും അവകാശപ്പെടുന്നില്ലല്ലോ അങ്ങനെ 100% ക്യാപിറ്റലിസം ആണ് ഇന്ന നാട്. പക്ഷെ ഇതൊരു നമ്മൾ എന്റെ വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്തുള്ള സംഭവമാണ് സംതിങ് കോൾഡ് ലൈക്ക് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്, റൈറ്റ്? ഇപ്പോൾ കാനഡയിലുള്ള ഒരു ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഒരു ഹെറിറ്റേജ് യുഎസിലുള്ള ഒരു ഹെറിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരൊക്കെയാണ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഇതിൽ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോങ്കോങ് ആണ് ഏറ്റവും ടോപ്പിലുള്ള രാജ്യം, ടോപ്പിലുള്ള പ്ലേസ് ലൈക്ക് എക്കണോമിക് ഫ്രീഡം ഉള്ളതിൽ. ഓക്കെ, ഇപ്പോൾ നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള മിൽട്ടൺ ഫ്രീഡ്മാൻ, ഫേമസ് എക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു സീരീസ് ഉണ്ട്, ഒരു ഫ്രീ ടു ചൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ട്, കണ്ടിരുന്നോ അറിയില്ല. അതില് അദ്ദേഹം അന്ധകാലത്തിലാണ്, കുറച്ച് പഴയ വീഡിയോ ആണ്. അതില് അദ്ദേഹം ഹോങ്കോങ്ങിലേക്ക് പോകുന്നുണ്ട്. ഹോങ്കോങ് അന്ന് ബ്രിട്ടീഷ് അധീനതയിലുള്ള ഒരു സ്ഥലമാണ്. എക്കണോമിക് ഇൻഡെക്സിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹോങ്കോങ് ആണ്. കാരണം അവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് ബിസിനസ് ചെയ്യാം, ഗവൺമെന്റ് എക്സ്പെൻസ് വളരെ കുറവാണ്, ടാക്സ് വളരെ കുറവാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത്? ആളുകൾക്ക്
എന്താ പറയാ, ജീവിതം മെച്ചപ്പെടുത്താനുള്ള അവസരം കൂടുതൽ ആ സ്ഥലങ്ങളിലാണ്. അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയുന്നത് അവിടെ ഗവൺമെന്റ് കയ്യും കെട്ടി നിൽക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ ദ മോർ എക്കണോമിക് ഫ്രീഡം യു ഹാവ്, ദ ബെറ്റർ ലൈഫ്. എന്താ പറയാ, ഏറ്റവും തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് അവർക്കൊരു ബെറ്റർ ജീവിതം ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ 100% എന്ന് പറയുന്നത് അതൊരു റോങ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പല തോട്ട് പ്രോസസ്സുകളുള്ള ജനങ്ങളാണ്. അപ്പോൾ 100% ക്യാപിറ്റലിസം എന്നുള്ളതല്ല. പക്ഷെ എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ എക്കണോമിക് ഫ്രീഡം ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. സോ ഈ മിൽട്ടൺ ഫ്രീഡ്മാന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മിൽട്ടൺ ഫ്രീഡ്മാന്റെ ഒരു കോട്ട് ഉണ്ട്, ദർ ഇസ് ഓൺലി വൺ ആൻഡ് വൺ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്, ഇറ്റ്സ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്സ്. ബിസിനസിന്റെ ഒരേ ഒരു റെസ്പോൺസിബിലിറ്റി, എസെൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ്, ലാഭം കൂട്ടുക എന്നുള്ളതാണ്. സോ അങ്ങനെ പറയുന്ന മിൽട്ടൺ ഫ്രീഡ്മാൻ ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇങ്ങനെ ജനങ്ങളുടെ അല്ലെങ്കിൽ വെൽബീങ് എന്നല്ല, പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ കൂടുതൽ പോവർട്ടിന്ന് എസ്കേപ്പ് ചെയ്യാൻ ക്യാപിറ്റലിസ്റ്റ് ആണ് നല്ലത് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ആണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്. ശരിക്കും ഇത് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം എന്തോ വളരെ മോശം കാര്യമാണെന്നുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മളെല്ലാവർക്കും ബേസിക്കലി ഒരു ലാഭേച്ഛയുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കോളിൽ ഇരിക്കുന്നത് തന്നെ നമ്മൾ രണ്ടാളും വോളണ്ടറിലി എഗ്രി ചെയ്താണ്. ഞാൻ പാത്തു എന്നെയോ കോഴ്സ് ചെയ്തിട്ട് വന്നല്ല, നമ്മൾ രണ്ടാളും ഒരു വോളണ്ടറി എക്സ്ചേഞ്ച് ആണ്. ഇതിൽ പാത്തുവിന്റെ ലാഭമുണ്ട്, പാത്തുവിന്റെ ചാനലിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നു, എനിക്ക് എന്റേതായ ലാഭമുണ്ട്, എനിക്ക് കുറച്ച് വിസിബിലിറ്റി കിട്ടുന്നു, ആൻഡ് നമ്മുടെ രണ്ടാളുടെയും സൗഹൃദം, അങ്ങനെയുള്ള പല ലാഭേച്ഛകളും കൂടിയിട്ടാണ് രണ്ടാളുകൾ സഹകരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീഡ്മാൻ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് പേഴ്സൺ ഹാസ് ടു ലുക്ക് ഫോർ പ്രോഫിറ്റ് എന്നുള്ളതാണ് ഞാൻ പറയുക. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിൽ നിന്ന് മാക്സിമം വാല്യൂ കിട്ടണം എന്ന് ഓരോ വ്യക്തികളും വിചാരിക്കുമ്പോഴാണ് എക്കണോമി ബെറ്റർ ആവുന്നത്, അവരവരുടെ ലൈഫ് ബെറ്റർ ആവുന്നത്, അല്ലെ? ഇപ്പൊ ഞാൻ കൊടുക്കുന്ന 5 രൂപയ്ക്ക് എനിക്ക് 5 രൂപയ്ക്ക് വർത്തി ആയിട്ടുള്ള സാധനം, അതായത് മാക്സിമം പ്രോഫിറ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാശ് വാങ്ങുന്ന ആൾക്ക് മാത്രമാണ് ലാഭം എന്നാണ്. ഇപ്പൊ നമ്മളൊരു $2,000-2,500 കൊടുത്തിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ മൊബൈൽ കമ്പനിക്ക് മാത്രമാണ് ലാഭം എന്നുള്ളതാണ് നമ്മുടെ ഒരു പെർസെപ്ഷൻ, അല്ലെ? പക്ഷെ അല്ല, നമുക്ക് ലാഭമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ആ മൊബൈൽ ഫോണിനാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ആ എക്സ്ചേഞ്ച് നടക്കുന്നത്. പക്ഷെ നമ്മുടെ എപ്പോഴും മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അയാൾക്ക് മാത്രമാണ് കാശ്, ആരുടെ കയ്യിലേക്ക് പോകുന്നു അവർക്ക് മാത്രമാണ് ലാഭം എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീഡം പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പൊ ഒരു കമ്പനി തുടങ്ങിക്കൊണ്ട് അവർ പ്രോഫിറ്റ് നേടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അർത്ഥം അവിടെ മാർക്കറ്റിൽ വാല്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള ഉദാഹരണമാണ്, ഒരു സിനിമ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മലയാള സിനിമകളെ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ വേൾഡിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഭയങ്കര പ്രൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ സിനിമകൾ നല്ല ക്വാളിറ്റിയാണ്, എന്താ പറയുക, റിയൽ ലൈഫായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്, അഭിനയം എക്സ്ട്രീംലി എക്സ്ട്രാ ഓർഡിനറി ആണ്, കഥകൾ അതൊക്കെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ആളുകൾ കാണുമ്പോൾ അത് രസിക്കുകയും അത് സന്തോഷം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആളുകൾ കാശ് കൊടുത്തുകൊണ്ട് ഈ സിനിമ കൺസ്യൂം ചെയ്യുന്നത്, കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ പ്രൊഡ്യൂസർക്കാണെങ്കിലും നടന്മാർക്കാണെന്നുണ്ടെങ്കിലും പൈസ കിട്ടുന്നു, അല്ലെ? അപ്പൊ നമ്മൾ പറയാണ് പ്രോഫിറ്റ്, അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, പ്രോഫിറ്റ് ആണ് ലക്ഷ്യം. പക്ഷെ നല്ല ഒരു പ്രോഡക്റ്റ്, നല്ലൊരു സിനിമ ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ബിസിനസ്സുകളുടെ ഐഡിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തന്നെ ആയിരിക്കണം. കാരണം നല്ല സാധനങ്ങൾ, ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള, ആളുകൾക്ക് വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകളല്ല, എല്ലാ വ്യക്തികളും പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കുക. പക്ഷെ ദർ ഇസ് എ ക്ലിയർ ഡിഫറൻസ്. നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആളുകളെ തട്ടിപ്പ് നടത്തിക്കൊണ്ട്, എന്താ പറയാ, ആളുകളെ പറ്റിച്ചുകൊണ്ട്, റോങ് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട്, കബളിപ്പിച്ചുകൊണ്ട്, അതല്ല. അതിന് നമുക്ക് നിയമങ്ങൾ വേണം. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയമങ്ങൾ വേണം. നമ്മളാരും നിയമങ്ങളെ വേണ്ട എന്ന് പറയുന്ന ഇതല്ല. അത് ചെക്സ് ആൻഡ് ബാലൻസസ് വേണം, അതിനുള്ള അതോറിറ്റീസ് വേണം. നമ്മളതിനാരും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പാടില്ല, അതൊക്കെ ഓക്കെ. പക്ഷെ വോളണ്ടറി എക്സ്ചേഞ്ച് തന്നെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ തട്ടിപ്പാണെന്ന് പറയുന്നത്. But then there is no difference, right? So ജിഷ്ണു പറഞ്ഞൊരു പോയിന്റ് എന്താന്ന് വെച്ചാല് ലോസ് വേണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ജിഷ്ണു മൊബൈൽ ഫോൺസിന്റെ എക്സാമ്പിൾ പറഞ്ഞു. സോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഐഫോൺസിന്റെ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അവര് പഴയ മോഡൽസ് പേർപ്പസ്ലി ഡെലിബറേറ്റ്ലി സ്ലോ ഡൗൺ ചെയ്യുന്നത്, അത് അവർ തന്നെ, ആപ്പിൾ തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് എന്റെ കണ്ണിൽ നോക്കുമ്പോൾ അത് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്.
കാരണം നമ്മൾ ഒരു അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐഫോൺ വാങ്ങുമ്പോൾ ഒരുപാട് കാലം അത് ഡ്യൂറബിൾ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും വാങ്ങുന്നത്. പക്ഷെ പുതിയ മോഡൽ ഇറങ്ങി കഴിഞ്ഞാൽ പഴയത് സ്ലോ ആവും. സോ ഇങ്ങനത്തെ ഒരു ഇവരുടെ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പ്രിഡേറ്ററി ആയിട്ടുള്ള നേച്ചർ തടയാൻ വേണ്ടിയിട്ട് ലോസ് ഉണ്ടാക്കണമെന്ന് ജിഷ്ണു ഞാനും സമ്മതിക്കുന്ന കാര്യമാണ്. സോ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ പൈസ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് ഉള്ള ആൾക്കാർ അവർക്ക് ഗവൺമെന്റിനെ ഈ ലോസ് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ ഇടപെടാനും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ? സോ ഗവൺമെന്റിൽ ഓരോ ലോസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അദാനി, അംബാനി ഇവർക്ക് മറ്റേ റൂളിംഗ് ക്ലാസ് ആയിട്ട് എപ്പോഴും ക്ലോസ് ടൈസ് ഉണ്ടാവും. സോ ഇവർക്ക് ഈ ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ലോ മേക്കിംഗ്. ഇത് ആക്ച്വലി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഭയപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ഭയപ്പെടുന്ന ഒരു സംഭവമാണ് ഈ എന്താ പറയുക ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ഗവൺമെന്റ് ലോബി ചെയ്തുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ US ആമസോൺ പല സ്ഥലങ്ങളിലും മിനിമം വേജ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആമസോൺ ലോബി ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്സിനെ. ക്യാൻ യു ബിലീവ്? മിനിമം വേജ് ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനി ലോബി ചെയ്യുന്നത് എന്തിനായി? ആളുകളെ ഈസി ആയിട്ട് ആളുകളെ പറ്റിക്കാം. കാരണം ഞങ്ങൾ മിനിമം വേജ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ജനങ്ങളോട് പറയാം. പക്ഷെ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം വരുന്നതോട് കൂടിയിട്ട് ചെറുകിട കച്ചവടക്കാരനെ, ചെറുകിട എന്താ പറയുക ഡെലിവറി നടത്തുന്ന ആളുകളെ ഈസിലി ക്രൗഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അവർക്ക് ഈസി ആയിട്ട് നിങ്ങൾ $18 കൊടുത്തുകൊണ്ടേ ഒരാളെ എംപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പ്രശ്നമൊക്കെ അത് തന്നെയാണ്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ പുതുതായിട്ടുള്ള പ്ലെയേഴ്സിന് ഇതിലേക്ക് കടന്നു വരാൻ പറ്റാത്തൊരു, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്നത് ഈ വക വലിയ കമ്പനികൾക്കായിരിക്കും. ഇപ്പോൾ ആപ്പിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഐ ഡോണ്ട് നോ ഹൗ ടു ഇത് ക്ലിയർ ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പ്ലാൻഡ് ഒബ്സലൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഈ പഴയ ഡിവൈസസ് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിൽ ടെക്നിക്കലി എന്തെങ്കിലും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്റൻഷനലി അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ക്രൈമാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതായത് വേൾഡ് റൺസ് ഓൺ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് പെർസ്യൂയിങ് ദെയർ ഓൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് എല്ലാ വ്യക്തികളും എല്ലാ കമ്പനികളാണെന്നുണ്ടെങ്കിലും അവരവരുടെ സെൽഫ് ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സോ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാത്തുവിന്റെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എൻ്റെ സെൽഫ് ഇൻട്രസ്റ്റിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഇതില് നമ്മൾ ഈ ലോ മേക്കിങ്ങിനും എക്കണോമിക്കിൽ ഇടപെടാനുള്ള അവസരം എന്താ പറയാ അവസരം നമ്മൾ ഈ ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ കമ്പനികൾക്ക് ആളുകൾക്ക് ഈ ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായി? പല ഇപ്പോൾ മറ്റേ അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓക്കെ അതെനിക്കൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ്, ലെറ്റ് മീ ഇവരെ ഫേവറബിൾ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അഴിമതി, നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൈക്കൂലി അഴിമതി ആ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഷുഡന്റ് ബി ഇൻ എ പൊസിഷൻ ടു ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ്. മനസ്സിലായോ? ഈ വലിയ കമ്പനികൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിലായിരിക്കരുത് ഗവൺമെന്റ്. അവർക്ക് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നിയമങ്ങളെല്ലാം കെട്ടിപ്പടുത്ത് പുതിയ എൻട്രൻസിന്, പുതിയ പ്ലെയേഴ്സിനുള്ളിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ഏകദേശം 1300ഓളം ക്ലിനിക്സുകളും ഏകദേശം എനിക്ക് തോന്നുന്നു 300-400 ഇടയിൽ ചെറിയ ഹോസ്പിറ്റൽസും പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഒരു കാരണം IMA പറയുന്ന ഒരു കാരണം ഒരുപാട് ഒരുപാട് ബേസിക് റിക്വയർമെന്റ് ആണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ് ഒരു സ്മോൾ ക്ലിനിക്ക് നടത്താൻ എന്നാണ് IMA പറയുന്ന ഒരു കാര്യം. നമ്മൾ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്, അതായത് ഈ ചെറിയ ക്ലിനിക്സിനെ അണ്ടർ കട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ പിന്നീട് വരാം. പക്ഷെ ഞാൻ പറയുന്നത് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് റിക്വയർമെന്റ്സ്, റെഗുലേഷൻസും റിക്വയർമെന്റ്സും ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ചെറിയ ക്ലിനിക്സിന്റെയും ഹോസ്പിറ്റൽസിന്റെയും അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുന്നു. അവർക്ക് ഇതൊന്നും നിലനിർത്തി കൊണ്ടുപോകാൻ തന്നെ അവർക്ക് വളരെ എക്സ്പെൻസീവ് ആവാണ്. സോ ബേസിക്കലി എന്താ ഗവൺമെന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് നല്ല ഇന്റൻഷനോട് കൂടി ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇവർക്ക് അത് ഭയങ്കര പ്രശ്നമായി മാറാണ്. അപ്പൊ ഇവർക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുതിയ പ്ലെയേഴ്സിന് ഈ ഓപ്പറേഷൻ കോസ്റ്റ് കാണുമ്പോൾ തന്നെ ഇതിലേക്ക് ഇറങ്ങാൻ തന്നെ പറ്റുന്നില്ല. അപ്പൊ എന്താവും?
അതിനുശേഷമുള്ള ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ആളുകൾ ആരായിരിക്കും? നല്ല കോർപ്പറേഷൻ, വലിയ വലിയ കോർപ്പറേറ്റീവ് കമ്പനീസോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഫേംസ് മാത്രമായിരിക്കും ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഓവർ ക്രൗഡഡ് ആവും, അവർക്കിത് ഇത്രയും പേഷ്യൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ ആ സിസ്റ്റവും ബ്രേക്ക് ആവും. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഡിപ്പെൻഡ് ചെയ്യാൻ സാധാരണ സാധ്യത വളരെ എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സിസ്റ്റം കൂടി പൊളിയുന്നതോട് കൂടിയിട്ട് അവർക്കും ഇത് മര്യാദയ്ക്ക് അവെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതൊരു വിഷ്യ സൈക്കിളാണ്. അതായത് നമ്മൾ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഗവൺമെന്റ് കുറെ ലോസ് കൊണ്ടുവരും, ലോസ് സ്മോൾ പ്ലെയേഴ്സിനെ എഫക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വലിയ പ്ലെയേഴ്സ് ഗവൺമെന്റിനെ ലോബി ചെയ്യും ഇങ്ങനെയുള്ള ലോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് മെയിൻ ആയിട്ട്. നമ്മൾ ക്യാപിറ്റലിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മോൾ പ്ലെയേഴ്സിന്, പുതിയ പ്ലെയേഴ്സിന് ഉള്ളിലേക്ക് വരാനുള്ള വാതിലുകൾ തുറന്നിരിക്കണം. കോമ്പറ്റീഷൻ എൻഷുർ ചെയ്താൽ തന്നെ ഈ വക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇല്ലാണ്ടാവും. ഞാൻ പിന്നെ ഫസ്റ്റ് പോയിന്റില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി. സോ ഫസ്റ്റ് പോയിന്റ് ആൻസർ ചെയ്തപ്പോൾ ചൈനയെ കുറിച്ച് പറഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈന, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ചങ്കിലെ ചൈന എന്ന് പറഞ്ഞിട്ട് ചൈനീസ് എക്കണോമിക് മോഡലിനെ ആസ്പയർ ചെയ്യുന്ന, അതിനെ പ്രണയിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാടാണ് കേരളം. സോ കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ US-ലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് സെലിബ്രിറ്റി ഹസൻ പൈക്കർ, അദ്ദേഹം ചൈനയ്ക്ക് വേണ്ടി നമ്മൾ US ചൈനയെ പോലെ ആവണം എന്നാണ് അയാൾ പറഞ്ഞത്. അവരുടെ സ്ട്രീംസിലൊക്കെ US ചൈനയെ പോലെ ആവണം എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഈ 2025 ചൈനയിലോട്ട് പോയപ്പോൾ അവിടെ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഫ്രണ്ട് ഒരു മീം കാണിച്ചു ഫോണില്. സോ മാവോ സേതുങ്ങിന്റെയും ചെയർമാൻ മാവോന്റെയും ഈ ഹസൻ പൈക്കറിന്റെയും ഫോട്ടോ രണ്ടും കൂടെ മോർഫ് ചെയ്തിട്ടുള്ള ഒരു മീം ആയിരുന്നു അത്. സോ ഇത് പോലീസ് കണ്ടിട്ട് ഈ ലൈവ് സ്ട്രീമിന്റെ ഇടയിൽ ഇയാളുടെ ഫോണും സ്ട്രീമിംഗ് എക്വിപ്മെന്റ് ഒക്കെ പിടിച്ചു വാങ്ങുകയും എന്നിട്ട് ഒരു 10 മിനിറ്റോളം ചോദ്യം ചെയ്തിട്ടാണ് വിട്ടത്. അപ്പൊ ഹസൻ പൈക്കർ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ ആക്ച്വലി മാവോ ഫാനാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ ചൈനയുടെയും മാവോയുടെയും ഫാൻ ആണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വിട്ടത്. എന്നിട്ട് അത് സ്ട്രീമിംഗ് കഴിഞ്ഞിട്ട് ആൾക്കാരോട് പറഞ്ഞു, ഇങ്ങനെ ചൈനയ്ക്കെതിരെ നിങ്ങളൊന്നും പറയാൻ പാടില്ല, ഇത് ഞാനൊരു ടൂറിസ്റ്റ് ആയതുകൊണ്ട് അവരെന്നെ ചെക്ക് ചെയ്തെന്നുള്ളൂ. സോ ഇങ്ങനെ ഈ മറ്റേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ കാര്യം ഒന്നും പറയാതെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ എക്കണോമിക് മോഡല് നമ്മൾ ആസ്പയർ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യ ഒരു മിക്സ്ഡ് മോഡലാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യയിൽ ഒരുപാട് എക്കണോമിക് ഡിവൈഡ് കൂടുതലാണ്. റിച്ചസ്റ്റ് 1% കയ്യിലാണ് 40.1% ഓഫ് ദി വെൽത്ത് ഇരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഒരു റിയാലിറ്റി ആണെന്നിരിക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈഡ് വളരെ സ്റ്റാർക്ക് ആണെന്നിരിക്കെ, നമ്മൾ ഈ ചൈനീസ് മോഡലിനെ പിൻപറ്റേണ്ട ആവശ്യമുണ്ടോ? അത് എത്രത്തോളം ഫീസിബിൾ ആണ്, അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ചൈനീസ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക്കലി ചൈന വളരെ പ്രോ ക്യാപിറ്റലിസ്റ്റ് ആണ്. ക്യാപിറ്റലിസ്റ്റ് വിത്ത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ, എലീറ്റ് ആയിട്ടുള്ള എക്കണോമിക്കലി വെൽ ഓഫ് ആയിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ എന്താ പറയാ അന്തർധാര വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ എക്കണോമിക്കലി അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ചൈന എന്ന് പറയുന്നത്. ചൈനയായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഇൻട്രസ്റ്റിംഗ്ലി ചൈനയിലും ഇപ്പോൾ നമ്മളതിന്റെ ഇൻകം ഇനീക്വാലിറ്റി, വെൽത്ത് ഇനീക്വാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലും ഇത് വളരെ വൈഡാണ്. ഇപ്പോൾ ജീനി കോഎഫിഷ്യന്റ് ഉപയോഗിച്ചിട്ടാണല്ലോ വെൽത്ത് ഇനീക്വാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ചൈനയുടെ വെൽത്ത് ഇനീക്വാലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ ഇത്രയും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻകം ഇനീക്വാലിറ്റി ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ചൈനയിലും ഇത് സംഭവിക്കുന്നുണ്ടല്ലോ, അതെന്തായാലും നോക്കാത്ത എന്നുള്ളതാണ്. ഇത് നല്ലൊരു മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയായിട്ട് നമുക്ക് മെയിൻലി ഉള്ള പ്രശ്നം, നമ്മൾ ഫ്രീഡം എംബ്രേസ് ചെയ്യുന്ന, ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചൈന ഒരു നല്ല മോഡലല്ല. കാരണം അവിടെ പേഴ്സണൽ ഫ്രീഡം ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം വളരെ കുറവാണ്. പേഴ്സണൽ ഫ്രീഡത്തിനേക്കാളും കുറവാണ് പൊളിറ്റിക്കൽ ഫ്രീഡം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവരുടെ ഗവൺമെന്റിനെ എതിർത്ത് പറയാനോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ എതിർത്ത് പറയാനോ, അവരുടെ ലീഡറിനെ എതിർത്ത് പറയാനോ ഉള്ള ഒരു അവകാശം ഇല്ല. ഇപ്പൊ കേരളത്തിലെ ഈ എക്സ്ട്രീം എന്താ പറയാ മാർക്സിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പാർട്ടിയെ ഈ എന്താ പറയാ തീവ്രവാദം ലൈനിൽ കാണുന്ന ആളുകളുണ്ടല്ലോ, ഭയങ്കര പാർട്ടിയെ നെഞ്ചോടടക്കി ജീവിക്കുന്ന ആളുകൾ, അവർ പറയുന്നത് അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. അവര് സാധാ നമ്മുടെ ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നോർമൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. അവർ പറയുന്നത് ജനകീയ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മോഡലിനെ പുൽകുന്ന ആളുകളാണ്. ഫോർ എ ടൈം ബീയിങ് ഒരു എലീറ്റ് ക്ലാസ് ഓഫ് റൂളിംഗ് ക്ലാസ് നിന്നിട്ട് ആളുകളെ ഭരിച്ചോട്ടെ, അവര് ജനങ്ങൾക്ക് നല്ലതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന്
ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് ആളുകൾക്ക് എല്ലാറ്റിനും അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം ഇപ്പോൾ ലെനിന്റെ വലിയൊരു കോട്ട് ഉണ്ടല്ലോ, ഇഫ് യു ഡിഡ് നോട്ട് ഇന്റർഫിയർ ഇൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് വിൽ ഇന്റർഫിയർ ഇൻ യുവർ ലൈഫ്, അങ്ങനെ പറഞ്ഞു. ഈ സാധനം ഇവരുടെ കാര്യത്തിൽ ഇവർ എടുക്കില്ല. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല. അതവർക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം മെയിൻലി ഇപ്പൊ ചൈനയിൽ പറയുന്ന ക്യാപിറ്റലിസം ആണെന്നുണ്ടെങ്കിലും ചൈന എക്കണോമിക് റീഫോംസ് ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അവരുടെ എക്കോണമി ലിബറേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ്, സ്വതന്ത്രമാക്കുന്നതോട് കൂടിയിട്ടാണ്, റിഫോംസ് കൊണ്ടുവരുന്നതോട് കൂടിയിട്ടാണ്, അതിനുശേഷമാണ് അവർ വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നത്, അവരുടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്, അവരുടെ പട്ടിണി മാറുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ അവർക്കൊരു സൗകര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും വരുന്നില്ല. ദേ കൻ ഡു വാട്ട് എവർ ദേ വോണ്ട്. എന്ത് പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാലും അവിടെ യാതൊരു തടസ്സവും ഇല്ല. നമ്മളെക്കാളും 13 കൊല്ലം മുൻപാണ് അവർ എക്കണോമിക് റീഫോംസ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അതിന്റെ ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് കൊണ്ട് തന്നെ ഇന്ത്യനെക്കാളും വളരെ നല്ല രീതിയിൽ വളരാൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ചോദ്യം ചെയ്യുന്നവരെ തന്നെ എല്ലാവരെയും പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ തട്ടിക്കളയും. ഓക്കെ, അങ്ങനത്തെ ഒരു സൗകര്യം അവർക്കുണ്ട്. പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എക്കണോമിക് ഫ്രീഡം മാത്രമല്ല, പൊളിറ്റിക്കൽ ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ്. എക്കണോമിക് ഫ്രീഡം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലിബറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്, നമ്മൾ ആർക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും പോലെ കുറച്ച് കഷ്ടപ്പെടേണ്ടൊക്കെ വരും, കുറെ പേപ്പർ വർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒന്ന് കഷ്ടപ്പെട്ടാലും സംഭവങ്ങൾ നേടിയെടുക്കാം എന്നുള്ളൊരു മനോഭാവമാണ് നമുക്കുള്ളത്. പക്ഷെ എങ്കിൽ പോലും അത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഫ്രം ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. നമുക്കൊരു ഐഡിയ വരുന്നു, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് കിടക്കണം. ഇങ്ങനെയാണ് ഒരു ബിസിനസിന്റെ ഗ്രോത്ത്, ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ആ സ്റ്റേജ് ഏറ്റവും ഡിഫിക്കൽട്ട് ആവുന്ന ഒരു അന്തരീക്ഷമാണ് ഈ എക്കണോമിക് ഫ്രീഡം കുറഞ്ഞ സ്ഥലങ്ങൾ. ഇപ്പൊ ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇരിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പാതി ചിലപ്പോൾ വീഡിയോ കണ്ടാണ്. ആ പയ്യൻ അവൻ എല്ലാ പെർമിഷൻസ് ഒക്കെ എടുത്ത് അവൻ ആദ്യം കോർപ്പറേഷനിലാണെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ബീച്ച് ഓഫീസിൽ പോകണമെന്ന് പറയുന്നു. അവിടുന്ന് ബീച്ച് ഓഫീസിൽ ചെന്നിട്ട് അവരെ കാണുമ്പോൾ അവർ ഒരു വർഷത്തിന് 60,000 രൂപയാണെന്ന് പറയുന്നു. സിംപ്ലി ബീച്ചിൽ ചെയർ റെന്റിന് കൊടുക്കുന്ന പരിപാടിയാണ് 60,000 രൂപയാണെന്ന് പറയുന്നു ഒരു പയ്യനോട്. ഇതെല്ലാം ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ബോട്ടിൽ നെക്സ് ആണ്. ഇനീഷ്യലി എത്രയും കോസ്റ്റ് കണ്ടെത്തണം, പിന്നെ ഇത്രയും പേപ്പർ തയ്യാറാക്കണം. ഹീസ് ബേസിക്കലി ട്രൈങ് ടു സോൾവ് എ പ്രോബ്ലം. എക്കണോമിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പയ്യന് മുന്നിൽ ഇത്രയും ഹഡിൽസ് വെക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കില്ല. അവിടെയാണ് എക്കണോമിക് ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഒരു ബോട്ടിൽ നെക്സ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത് എക്സ്ട്രീംലി ഈസി ആക്കി കൊടുക്കുന്ന ഇത് മൂലം മാത്രമാണ് നമുക്കൊരു ബെറ്റർ, എന്താ പറയുക, പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു എക്കോണമി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ചൈന ഇന്ത്യയും കമ്പാരബിൾ അല്ല ബേസിക്കലി. കാരണം ഒരു രാജ്യം പിന്നെ നമ്മുടെ ഒരു മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സംഭവം വരുമ്പോൾ ഇപ്പോൾ ഇനി ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ റോഡുകൾ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഗവൺമെന്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പിടിവാശി നമുക്കുണ്ട്. അത് വേറൊരു കാര്യമാണ്, വേറൊരു ഡിസ്കഷനാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ അതിന് പോലും 100,000 മുടക്ക് വരും, നമുക്ക് തടസ്സങ്ങൾ വരും, സമരങ്ങൾ വരും. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രോഗ്രസിനെ പുറകോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ചൈന ഇന്ത്യയും കമ്പയർ ചെയ്യാൻ പറ്റിയുള്ള 2 ഉദാഹരണങ്ങളല്ല. പക്ഷെ ചൈനയുടെ കാര്യം നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കുറച്ചും ചൈന നമുക്ക് കൂടുതലും കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ വെസ്റ്റേൺ മോഡൽസ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പൊ ചൈനയുടെ ക്യാപിറ്റലിസം ബേസിക്കലി സ്റ്റേറ്റ് ക്യാപിറ്റലിസം ആണ്. സ്റ്റേറ്റ് തീരുമാനിക്കും, എലീറ്റ് ക്ലാസ്സിന് കൂടുതൽ ഫ്രീഡം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ കൂടിയാണ് അവിടെ ഒരു ഇൻകം, എന്താ പറയുക, ഇംബാലൻസ് വരുന്നത്, വെൽത്ത് ഇംബാലൻസ് വരുന്നത്. കാരണം സ്റ്റേറ്റുമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ബില്യണേഴ്സ് ഉള്ള കൺട്രി, മില്യണേഴ്സും ഉള്ള കൺട്രി ചൈനയായിരുന്നു. അതെങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ഇത്രയും സോഷ്യലിസം, കമ്മ്യൂണിസം ഒക്കെ പറയുന്ന ഒരു രാജ്യത്ത് അതെങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റിയ എക്കണോമീസോ മേ ബി ആളുകളുടെ വലിപ്പം വെച്ചിട്ടോ അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ വെച്ചിട്ടൊക്കെ സിമിലർ ആണെങ്കിലും അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവിടുത്തെ കൾച്ചർ, ഇവ കാര്യങ്ങളൊക്കെ അത് ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. പിന്നെ അവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഒരു വെസ്റ്റേൺ US സൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോസിലും പലതിലും പറഞ്ഞിട്ടുണ്ട്. സോ
ഓഫ് ടോപ്പിക് ഇതില് എനിക്ക് വെറുതെ ചുമ്മാ ഉള്ള ആൻസർ വേണ്ടിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ കമ്മ്യൂണിസത്തിനെ സപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് വാതുറന്ന് സംസാരിക്കുന്ന ആളുകളെല്ലാം ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ നിന്നാണ് അത് പറയാ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും അത് പറയില്ല. അതെന്തായിരിക്കും അങ്ങനെ? ഇതില് എൻ്റെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കളിയാക്കാമോ എന്നുള്ളതാണ്. അതായത് മനുഷ്യര് അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അവർ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പ്രോസ്പെറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. ഇതാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവരുടെ ഒരു ഹിപ്പോക്രസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ പറയാം ഇവരെന്നെ ചൈന കയറ്റാത്തോണ്ടാണെന്നൊക്കെ പറയാം. പക്ഷെ ഇവരുടെ ഹിപ്പോക്രസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നല്ല സ്ഥലം കണ്ട് പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു നാട്ടിൽ വന്നിട്ട് ഇവർ പറയാണ്, ഈ കഷ്ടപ്പെടുന്ന ആളുകളോട് പറയാണ് നിങ്ങളുടെ സിസ്റ്റം തന്നെയാണ് ശരി, അവിടെ തന്നെ നിന്നോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്തോ. അതാണ് എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്നത്. നിങ്ങളൊരു ബെറ്റർ കൺട്രിയിൽ വന്ന് പ്രോസ്പെറസ് ആയിട്ടുള്ള ജീവിതം ജീവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവരെങ്ങനെയാണ് ആ പ്രോസ്പെറിറ്റി കൈവരിച്ചത്. ഇപ്പൊ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാൻ കാനഡയിലാണുള്ളത്. കാനഡയിൽ കുറെ ഈ പറഞ്ഞ പോലെ തന്നെ വെൽഫെയർ എലമെന്റ്സ്, സോഷ്യലിസ്റ്റിക് എലമെന്റ്സ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റൽ, ഇവരുടെ ഹെൽത്ത് കെയർ ഒക്കെ അങ്ങനെയാണ്. ഡിസാസ്ട്രസ് ആണ്. ഓക്കെ, യു വോണ്ട് ബിലീവ്, ഡിസാസ്ട്രസ് സംഭവമാണ്. ആളുകൾ ഇന്നും ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടും എന്താ പറയാ എക്സ്പേർട്ട് അഡ്വൈസിന് വേണ്ടിയിട്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഇവിടെ കാനഡയിലുള്ളത്. ഇപ്പോൾ ഹ്യൂജ് വെയിറ്റിംഗ് ടൈം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കാനഡയിലുള്ളത്. വേറെ ടോപ്പിക്. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ അവിടെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. എക്കണോമിക് ഫ്രീഡത്തിന്റെ കാര്യത്തിലൊക്കെ ടോപ്പ് റാങ്കിങ്ങിലുള്ള വൺ ഓഫ് ദി കൺട്രീസ് ആണ് കാനഡ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കുന്നത് ആ ഒരു ഡയമെൻഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ രാജ്യം എങ്ങനെ പുരോഗതി കൈവരിച്ചു, അത് നമ്മുടെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുമ്പോൾ, ഇതേ ആളുകൾ ഇവിടെ വന്നിട്ട് കാനഡയിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അടിപൊളി ജീവിതം ജീവിച്ച് എല്ലാ അടിപൊളി ടെക്നോളജീസ്, അടിപൊളി ഓട്ടോമൊബൈൽസ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇവർ പറയാണ് ഇത് മോശമാണ്, നിങ്ങളുടെ സിസ്റ്റം തന്നെയാണ് നല്ലത്. അപ്പൊ അതാണ് ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മതത്തിൽ പറയുന്ന ഒരു സംഭവമില്ല. അതായത് നമ്മൾ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിന്റെ ഫ്രീഡം എല്ലാം നുണഞ്ഞുകൊണ്ട് ഒരു റിഗ്രസീവ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡിൽ ജീവിക്കുന്ന ഒരു കഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് പറയാണ് അത് തന്നെയാണ് നല്ലത്, അവിടെ നിന്നോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോ ഇത് വളരെ സിമിലർ ആണ്. ഇവരെ ഒരു മത ഐഡിയോളജി പോലെ തന്നെയാണ് ഇവരുടെ ഈ രാഷ്ട്രീയ ഐഡിയോളജി. ഇൻട്രസ്റ്റിംഗ്. ചിലപ്പോൾ അത് ഗിൽറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ട്, എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു പോയി, പക്ഷെ എനിക്ക് ഭയങ്കര ഗിൽറ്റ് ഉണ്ട് അവർ രക്ഷപ്പെടാത്തതിൽ. അപ്പൊ അതിനെ റാഷണലൈസ് ചെയ്യാൻ എങ്ങനെയെങ്കിലും നിങ്ങൾ ഉള്ളവർ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് അവർക്ക് മാത്രമേ ഉള്ളൂ. ഇതില് ഞാൻ കാണുന്നൊരു വളരെ സിമിലാരിറ്റി, ഇത് ചുമ്മാ ഒരു ചാപ്പയുടെ അല്ല. അതായത് ലിറ്ററൽ റിലീജിയസ് ബ്രെയിൻ ആണ് സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും. അവര് ഇപ്പൊ നമ്മളൊരു റിലീജിയസ് ആളുകൾക്ക് എന്താ പറയാ പ്രവാചകന്മാരുണ്ട്. അതുപോലെ ഇവർക്കും ഉണ്ട് മാർക്സ് എന്ന് പറയുന്ന പ്രവാചകൻ. അവർക്കൊരു സ്വർഗമുണ്ട്, എല്ലാം സുലഭമായി കിട്ടുന്ന ഒരു സ്വർഗം റിലീജിയസ് തിങ്കിങ്ങിനുണ്ട്. അതേപോലെ തന്നെയാണ് ഇവർക്കും. നാളെ ഒരു എക്സ്ട്രീംലി എന്താ പറയാ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രീംലി എന്ത് സാധനം ആഗ്രഹിച്ചാലും കിട്ടുന്ന ഒരു സ്വർഗം, ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സ്വർഗം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്കും ഉണ്ട്. പിന്നെ ഇവരുടെ തോട്ട് പ്രോസസ്സും വളരെ റിലീജിയസ് ആണ്. ഇറ്റ്സ് നോട്ട് എന്താ പറയുക ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് എംബ്രേസ് ചെയ്യുന്ന ഒരു ബ്രെയിനോ തോട്ട് പ്രോസസ്സോ അല്ല. അപ്പോൾ there are so many similarities. സോ ജിഷ്ണു നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ചൈനയുടെ എക്കണോമിക് മോഡലിനല്ല നമ്മൾ ആസ്പയർ ചെയ്യേണ്ടത്, കൂടുതലും വെസ്റ്റേൺ എക്കണോമിക് മോഡൽസ് ആണ് കൂടുതലും കുറച്ചും കൂടെ നല്ലതെന്ന് ജിഷ്ണു പറഞ്ഞു. സോ ഈ സ്കാൻഡിനേവിയൻ സോഷ്യലിസം നമ്മൾ എപ്പോഴും പറയുന്നതാണോ ഇതാണ് അടിപൊളി, ഇതാണ് വേൾഡിലെ ഹാപ്പിയസ്റ്റ് കൺട്രീസ് എടുത്ത് നോക്കുമ്പോൾ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് ആണ് വരുന്നത്. സോ ഇവരുടെ എക്കണോമിക് മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഈ സ്കാൻഡിനേവിയൻ സോഷ്യലിസം അത് എത്രത്തോളം ഫീസിബിൾ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം? അത് നമുക്ക് എപ്പോഴെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അത് നല്ല മോഡലാണോ? ഇത് വളരെ കോമഡിയാണ്. ഇത് US-ലും നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇത് അടിച്ചിറക്കിയുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഈ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുന്നത് ഹൈലി ഒരു ക്യാപിറ്റലിസ്റ്റിക് മെക്കാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഡെൻമാർക്ക്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി US-ൽ വന്നിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു ഡെൻമാർക്ക് ഒരു സോഷ്യലിസ്റ്റ് കൺട്രി അല്ല, അതൊരു മാർക്കറ്റ് എക്കോണമി ആണെന്നുള്ളത് എക്സ്പ്ലിസിറ്റ്ലി പറയുകയാണ്. കാരണം ഇതെന്ന് വെച്ചാൽ ഇതൊരു നല്ല പേരല്ല അവർക്ക്. കാരണം ഇതൊരു സോഷ്യലിസ്റ്റ് കൺട്രി ആണെന്നുള്ളത് ലോകം മൊത്തം പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ട് പോകാനൊക്കെ മടിക്കും. ഹെവിലി ടാക്സ് ചെയ്യുന്ന
ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രി അല്ല എന്നുള്ളതാണ് ഈ ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പോൾ ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി പോയിട്ട് പറയുകയാണ് യുഎസിൽ, ഞങ്ങളൊരു സോഷ്യലിസ്റ്റ് കൺട്രി അല്ല, ഞങ്ങളൊരു വി ആർ ഫാർ ഫ്രം സോഷ്യലിസ്റ്റ്, വി ആർ എ മാർക്കറ്റ് എക്കോണമി എന്ന് പുള്ളി പറയുകയാണ്. അതുപോലെ തന്നെയാണ് സ്വീഡന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്വീഡൻ 80s തോന്നുന്നു. ഇതൊക്കെ റിയൽ സംഭവങ്ങളാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. 80കളുടെ തുടക്കത്തിലൊക്കെ സ്വീഡൻ കുറെ സോഷ്യലിസ്റ്റിക് എന്ന് തോന്നുന്ന കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സ്പെൻഡിങ് എനിക്ക് തോന്നുന്നു GDP 50% ഉയർത്തുന്നു. ഓക്കെ, അവിടുന്ന് ഐക്യ സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നു. നമ്മുടെ വോൾവോ, സ്വീഡിഷ് കമ്പനികളാണ്, മെയിൻ കമ്പനികളാണ്. വോൾവോ അവിടുന്ന് പുറത്തു പോകുന്നു. അങ്ങനെ രാജ്യത്തിന്റെ എക്കോണമി നേരെ താഴത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ഇവരുടെയൊക്കെ ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൺട്രീസിന്റെ ഒക്കെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ റിവേഴ്സ് ചെയ്യും, അവർ പരിപാടി നിർത്തും. അങ്ങനെ ഈ പരിപാടി നിർത്തിയിട്ടാണ് അവർ തിരിച്ച് മറ്റേ ഈ എക്കണോമിക് ഫ്രീഡത്തിൽ മേലേക്ക് വരുന്നത്, അവരുടെ എക്കോണമി വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ്, ആളുകൾക്ക് മറ്റേ ഈ ഒരു വെൽഫെയർ സംഭവത്തിനോട് എല്ലാവർക്കും ഈ കംപ്ലീറ്റ്ലി ഫ്രീ മാർക്കറ്റിന് കൊടുത്തത് എങ്ങനെയാ, ഇത് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സേഫ്റ്റി നെറ്റ്സ് വേണം, നമുക്ക് ഫ്രീ ഹെൽത്ത് കെയർ വേണം, ഫ്രീ എഡ്യൂക്കേഷൻ വേണം, ഈ സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കും. ഇപ്പോൾ ഇതിൽ കുറേ ന്യൂവാൻസസ് ഉണ്ട്. ഇപ്പോൾ സ്വീഡന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വീഡന് കൂടുതലും ആളുകൾക്ക് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ ഒരു എക്കണോമിക്കലി പൂർ ആയിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമല്ല സ്വീഡിഷ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അവിടെ കൂടുതലും കൂപ്പോൺ സിസ്റ്റംസ് ആണ്. അതായത് അവർക്ക് ചൂസ് ചെയ്യാം ഏത് സ്കൂളിൽ പോകണം എന്നുള്ളത്. ഗവൺമെന്റ് സ്കൂളിൽ പോകണോ, ഈ ലൈക്ക് എ വൗച്ചർ, യു ക്യാൻ ഗോ ആൻഡ് റെഡീം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് സ്കൂളിൽ പോകണം, ഓക്കെ, ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു വൗച്ചർ തന്നിട്ടുണ്ട്, ദെൻ നിങ്ങളുടെ കയ്യിൽ നിന്ന്, ഓക്കെ, പ്രൈവറ്റ് സ്കൂൾ ഇനി എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും എക്സ്ട്രാ കാശ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് ആ സർവീസ് അവൈൽ ചെയ്യാം. സോ ദേ ഹാവ് ദാറ്റ് ഫ്രീഡം ടു ചൂസ്, റൈറ്റ്? പ്രൈവറ്റ് വേണോ ഗവൺമെന്റ് വേണോ. അപ്പൊ ഇതുകൊണ്ട് തന്നെ അപ്പൊ എന്താണ്, ഈ സ്കൂളുകള് നല്ല എന്താ പറയാ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ നിർബന്ധിതരാകും. അങ്ങനെ നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് പല എന്താ പറയുക ക്ലാസ്സിലുള്ള പല എക്കണോമിക് സിറ്റുവേഷനിലുള്ള ആളുകൾ അവരുടെ സർവീസ് ചൂസ് ചെയ്യുള്ളൂ. മനസ്സിലായി? അപ്പോൾ കോമ്പറ്റീഷൻ മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ വളരെ വീക്കായിട്ടുള്ള ആളുകൾക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു ഹ്യൂമാനിറ്റേറിയൻ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു സേഫ്റ്റി നെറ്റ്സ് ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് റിച്ചിനെ ടാക്സ് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ വക സർവീസസിന് ഫണ്ട് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ വളരെ എന്താ പറയുക തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളുകൾ ദേ വിൽ ഫൈൻഡ് എത്രയോ ഈ ടാക്സ് ഇവേഡ് ചെയ്യാനുള്ള ഒരുപാട് വഴികൾ അവർ കാണും. ഇത് ഞാനൊരു മോശം കാര്യമായിട്ടല്ല പറയുന്നത്. കാരണം അവര് നല്ല രീതിയിൽ ഒരു കമ്പനി നടത്തുന്നു, അതിന് ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്തുകൊണ്ടേയിരിക്കാൻ ആരും ആഗ്രഹിക്കില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ആൾ, ഇപ്പോൾ കാനഡേനൊക്കെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു 100-120 സാലറി ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു ആനുവലി, അവർ ഒരു കോർപ്പറേഷൻ ഫയൽ ചെയ്യും. ഓക്കെ, ഒരു കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് ഈ കമ്പനിയായിട്ട് അവർ ഒരു കോൺട്രാക്ടറായിട്ട് അവർ വർക്ക് ചെയ്യും. സോ അവർ മാത്രമാണ് എംപ്ലോയി, പക്ഷെ അവരുടേത് ഒരു കമ്പനിയാണ്. അപ്പോൾ കമ്പനികൾ തമ്മിലുള്ള കോൺട്രാക്ട്. എന്നിട്ട് സാധാരണ ഇവിടെ മറ്റേ ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ സാധാരണ ആൾക്ക് ഇപ്പോൾ എനിക്ക് പേ ചെക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പേ വരുന്നതിൽ തന്നെ ഗവൺമെന്റ് കട്ട് എടുത്തിട്ടാണ് എനിക്ക് പേ വരിക. പക്ഷെ നിങ്ങളൊരു കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ ഒരു കോൺട്രാക്ട് ആണ് നിങ്ങളുടെ കമ്പനി ആയിട്ട് എന്നുണ്ടെങ്കിൽ ടാക്സ് എടുക്കാതെ തന്നെ എനിക്ക് വരും. ഓക്കെ, അപ്പൊ ഞാനൊരു കമ്പനിയാണ്. ഇനി ഞാനിതിന്ന് എൻ്റെ എംപ്ലോയറുടെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടാണ്, എംപ്ലോയി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ സാലറി എഴുതിയിട്ട്. ഓക്കെ, അതെടുത്ത് കഴിഞ്ഞ് എന്നിട്ട് ഇത് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ആ എക്സ്പെൻസ് ഈ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ എക്സ്പെൻസസ് വളരെ കുറച്ചുകൊണ്ട് ചെറിയൊരു ടാക്സ് പേ ചെയ്തിട്ട് അവർ രക്ഷപ്പെടും. അപ്പോൾ ഇത് അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദാറ്റ് മിൽട്ടൺ ഫ്രീഡ്മാൻസ് കോട്ട്, എല്ലാവരും അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്താൻ നോക്കുക. അപ്പൊ ഇതുപോലെ തന്നെ വലിയ കമ്പനികളും എങ്ങനെയൊക്കെ ടാക്സ് ഇവേഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ നോക്കും. പിന്നെ അപ്പോ ഈ വക സർവീസസിനെല്ലാം ഗവൺമെന്റ് ഫണ്ട് കണ്ടെത്താൻ പോകുന്നത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ലോയൽ ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ടാക്സ് പേ ചെയ്യുന്ന ആളുകളിൽ നിന്നായിരിക്കും ഗവൺമെന്റ് ഈ സർവീസസിനെല്ലാം ഫണ്ട് കണ്ടെത്താം.
അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ്. ഒരു ബിസിനസ്സിന് നിങ്ങൾക്ക് ടാക്സ് ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ട്. നിങ്ങൾ ടാക്സ് ചെയ്യാൻ പോകുന്നത് ആളുകളെ ഈ പറഞ്ഞ പോലെ മദ്യത്തിലും ലോട്ടറിയിലും അല്ലെങ്കിൽ അതൊന്നും ഇപ്പൊ ജി ഡി പിക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല, സ്റ്റേറ്റ് ജി ഡി പിക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെ ഞാൻ പറയുന്നത് ആളുകള് മറ്റേ ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ വണ്ടി ഇറക്കുമ്പോൾ റോഡ് ടാക്സ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പെട്രോളിനാണെന്നുണ്ടെങ്കിൽ സെസ് ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ നിന്ന് സാധാരണ ജനങ്ങളിൽ നിന്നായിരിക്കും ഈ ടാക്സ് എല്ലാം വരുന്നത്. അപ്പൊ ഈ സേഫ്റ്റി നെറ്റ്സ് എല്ലാം വളരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വക സ്കാൻഡിനേവിയൻ കൺട്രീസിലുള്ള സേഫ്റ്റി നെറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഭാരം നിൽക്കുന്നത് അതേ ആളുകളുടെ ഷോൾഡറിലാണ്. മനസ്സിലായോ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബേസിക്കലി ചെയ്യുന്നത് എല്ലാ ആളുകളിൽ നിന്നും വാങ്ങിക്കൊണ്ട് എല്ലാ ആളുകൾക്കും സർവീസ് കൊടുക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ എന്തിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്? അതായത് എക്കണോമിക്കലി ഏറ്റവും ബാക്ക്വേർഡ് കിടക്കുന്ന ഇതിന് സാമ്പത്തികമായിട്ട് സഹായം വേണ്ട എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള ആളുകളെ സഹായിക്കാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എവിടെ പോയി നിൽക്കുന്നത്? എല്ലാവരെയും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. എന്നിട്ട് പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഈ സിസ്റ്റംസ് റൺ ചെയ്യുമ്പോൾ സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനി റൺ ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ട് ഈ സിസ്റ്റംസ് റൺ ചെയ്യും. ഇവഞ്ച്വലി ആ ഹോസ്പിറ്റൽ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ പബ്ലിക് മണി പമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇത് അവിടെയും അങ്ങനെ ആ സിസ്റ്റം എന്താ പറയാ, ഇപ്പൊ കാനഡയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ലാസ്റ്റ് ഇയറിൽ 2025 399 ബില്യൺ ആണെന്ന് തോന്നുന്നു, ബില്യൺ ഓർ മില്യൺ, അത്രയാണ് എക്സ്പെൻസ് വന്നിരിക്കുന്നത് മെഡിക്കൽ കെയറിൽ. ഓക്കെ, പെർ പേഴ്സൺ 9,000 പെർ ക്യാപിറ്റ എക്സ്പെൻസ് എന്ന് പറയുന്നത് $9,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടുന്നു. ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഓഫ് സർവീസ് വളരെ താഴോട്ടും പോകും. ജിഷ്ണു ഇപ്പൊ സ്കൂളിംഗ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു, സ്വീഡനിൽ ഇങ്ങനെ കൂപ്പൺ കൊടുക്കുന്ന അല്ലെങ്കിൽ ടോക്കൺസ് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. സോ ഇതില് എനിക്ക് ചോദിക്കാനുള്ളത് ഫിൻലൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഫിൻലൻഡിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇല്ല. സോ ഫുൾ പബ്ലിസൈസ്ഡ് ആണ് എഡ്യൂക്കേഷൻ. കാരണം എന്താ വെച്ചാൽ ഇൻറ്റ്യൂട്ടീവ്ലി അപ്പോൾ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂടും. കാരണം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കും അവരെ മക്കൾ പഠിക്കുന്ന സ്ഥലം നല്ല ക്വാളിറ്റി ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും നാച്ചുറലി. സോ അവര് അവരുടെ ഫണ്ട് ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള എഡ്യൂക്കേഷനിലോട്ട് ഫണൽ ചെയ്യും. അങ്ങനെ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളും പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾക്കും സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് കിട്ടുന്നത്. സോ ഇൻറ്റ്യൂട്ടീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാവപ്പെട്ട എന്റെ ഒരു മകനും പണക്കാരനായ ജിഷ്ണുവിന്റെ മകനും കിട്ടേണ്ടത് സെയിം എഡ്യൂക്കേഷൻ അല്ലേ? അതല്ലേ ഫെയർനെസ്? കാരണം നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ രണ്ട് ആൾക്കാരുടെ മക്കൾക്കും വേറെ വേറെ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ അവർ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും വേറെ വേറെ ആയിരിക്കും. സോ അപ്പൊ ഈ മറ്റേ ക്ലാസ് ഡിവൈഡ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ നമ്മളുടെ രണ്ടുപേരുടെ മക്കൾക്കും കിട്ടേണ്ടത് സെയിം എഡ്യൂക്കേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ബാൻ ചെയ്തിട്ട് ആ മണി പബ്ലിക് എഡ്യൂക്കേഷനിലോട്ട് ഇടല്ലേ ശരിക്കും വേണ്ടത്. പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ബാൻ ചെയ്യുമ്പോൾ എങ്ങനെ ആ മണി ഇവർക്ക് കിട്ടുന്നത്? ഗവൺമെന്റ് ഒരു പരിപാടി ഇല്ലല്ലോ. പിന്നെ അല്ല, എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ കാരണം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല നിർബന്ധ ബുദ്ധി ഉണ്ടാവില്ല അവരുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടണമെന്ന്. സോ അവരുടെ ആ പ്രൈവറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബെറ്റർ ആക്കാനല്ലേ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നോക്കുക. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെയല്ലടോ. അതായത് ഇത് എഗെയിൻ ഈ മറ്റേ ഹെൽത്ത് കെയറിന്റെ അതേപോലെ തന്നെയാണ്. ഇപ്പോ ഞാൻ നാളെ കഷ്ടപ്പെട്ട് നാളെ എനിക്കൊരു അസുഖം വന്നിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ടാക്സ് ചെയ്യാൻ റിച്ച് ആളുകൾ മെനക്കെടുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുമ്പോൾ ഇപ്പൊ എന്റെ മകൻ അവിടെയാണ് പോകുന്നത് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അത് നന്നാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ടാക്സ് പേ ചെയ്യാമെന്ന് ഒരാളും ശ്രമിക്കുന്നില്ല. എല്ലാവരും ശ്രമിക്കുക ഞാൻ പരമാവധി കുറച്ച് പേ ചെയ്യാം എങ്കിൽ പോലും ഇത് നല്ല രീതിയിലാണ് ചെയ്യണം, മറ്റോ പേ ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരിക്കും. നമ്മുടെ നല്ല ജനങ്ങളുടെ മൊത്തത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എഗെയിൻ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും കൂടിയിട്ട്, ഇനി റിച്ചും പൂറും അല്ലാതെ തന്നെ എല്ലാവരും വൗച്ച് ചെയ്യുക ഈ സിസ്റ്റം നന്നാക്കി കൊണ്ടുവരണം തന്നെ. ഈ നന്നാക്കി കൊണ്ടുവരണം എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഗവൺമെന്റ് നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പബ്ലിക് മണി കൂടുതൽ വേറെ മറ്റു പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു എക്സ്പെൻസിനും ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെ. ഇപ്പൊ ഗവൺമെന്റ് നമ്മളിത് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റിലേക്ക് കൂടുതൽ ഫണ്ട് എടുക്കുമ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ജനങ്ങളുടെ അടുത്താണല്ലോ ഈ കാശ് എടുക്കുന്നത്. അപ്പൊ ജനങ്ങള് വേറെ എന്തെങ്കിലും കാര്യത്തിന് അവന്റെ റിട്ടയർമെന്റ് ഫണ്ടിലോ അവന്റെ ഒരു വെക്കേഷനോ അവന്റെ ഒരു ബെറ്റർ എന്താ പറയാ വേറെ എന്തെങ്കിലും അവൻ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് അവനെ തടഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റ് ഈ കാശ് എടുക്കുന്നത്. എന്നിട്ട് ഗവൺമെന്റ് ഓവർ എക്സ്പെൻസീവ് ആയിട്ടായിരിക്കും ഈ സിസ്റ്റംസ് റൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ എല്ലാ കാര്യത്തിനും എല്ലാവർക്കും തുല്യത എന്നുള്ളത് തന്നെ
ഇത് 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 പറയുമ്പോൾ ഭയങ്കര ഒരു ആളുകൾ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും തുല്യത എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ആസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു ഇതാണെന്ന് തോന്നും. പക്ഷെ അത് സാധിക്കാത്തൊരു സംഭവമാണ് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും തുല്യത എന്നുള്ളത്. ഇപ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നല്ല രീതിയിൽ അത്ലറ്റിക് കപ്പാസിറ്റി ഉള്ള ഒരാളുടെ രീതിയിൽ എനിക്ക് മത്സരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുല്യത എനിക്കുണ്ടോ? ഇല്ല. എനിക്ക് ആ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ ഞാൻ തുല്യരല്ല. മനസ്സിലായി? നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടും ഫാമിലി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, വ്യത്യസ്തമായിട്ടുള്ള പ്രയോറിറ്റീസ് ആണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യണ്ടേ, അയാൾക്ക് അങ്ങനെയുള്ള അവസരം വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ഇൻഡിവിജ്വൽസ് വി ഹാവ് റെസ്പോൺസിബിലിറ്റി. നമ്മളെല്ലാവരും ഒരു കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ്, അത് ചെയ്യേണ്ടതുമാണ്. ഓക്കെ. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ അവന് കിട്ടുന്ന അത് തന്നെ ഇവർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഫ്ലോപ്പ് ആവുന്നുള്ളതാണ്. ഈ സെയിം ഹെൽത്ത് കെയറിലുള്ള അതേ സംഭവം എടുത്താൽ മതി. എന്തുകൊണ്ടാണ് എക്സ്പെൻസ് കൂടുന്നതും ക്വാളിറ്റി താഴെ പോകുന്നതും ഇതേ സംഭവം തന്നെയാണ് നിങ്ങൾ ഏതൊരു സംഭവം ചെയ്യുമ്പോഴും നടക്കുന്നത്. പിന്നെയുള്ള ഒരു വലിയൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാനഡയിലെ ഹെൽത്ത് കെയറിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ യൂസർ പേയ്മെന്റ് ചെയ്യുന്ന ഭാഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവിടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസസ് നഷ്ടപ്പെടുകയാണ്. അതായത് ഇപ്പം ഞാൻ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ സർവീസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ അവർക്ക് ഡയറക്റ്റ് പേ ചെയ്യുന്നില്ല. അവർ നോക്കുമ്പോൾ കസ്റ്റമർ അവർക്ക് ഡയറക്റ്റ് കാശ് തരുന്നില്ല. സോ എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനിത് പോരാ, എനിക്ക് ഈ സർവീസ് പോരാ, അല്ലെങ്കിൽ ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ള അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനെന്തോ ഫ്രീ ആയിട്ട് തരുന്നു, നീ വന്നിട്ട് കിട്ടുന്ന സർവീസ് അവൈൽ ചെയ്തിട്ട് പൊക്കോ, പിന്നെ ഈ വെയിറ്റിംഗ് ടൈം ഇങ്ങനെ കൂടും ചെയ്യാണ്. ഓക്കെ, ഇവിടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സർജറീസിന് വരെ മന്ത്സ് വെയിറ്റിംഗ് ടൈമാണ്. നിങ്ങളൊരു MRI എടുക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചകൾ വെയിറ്റിംഗ് ടൈം. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ നമ്മുടെ ഒരു സുഹൃത്ത് പറയായിരുന്നു, പുള്ളിക്കാരന് ഒരു ആക്സിഡന്റ് പറ്റിയൊരു ഇഞ്ചുറി ഉണ്ട്, അപ്പോൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനൊരു MRI ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരു ആഴ്ചക്കുള്ളിൽ കിട്ടും, ഞാൻ വിളിച്ചു പറയാം, നീ തനിയെ പോവാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ ഇന്ന് വെച്ചാൽ അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പേ ചെയ്യാൻ ഒരു കസ്റ്റമർ റെഡി ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാശ് വാങ്ങിക്കൊണ്ട് അവനൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പ്രൈവറ്റ് പ്ലെയേഴ്സ് വരാൻ തയ്യാറാവും. ആളുകൾക്ക് ആവശ്യമുണ്ട്, ഞാൻ ഇവിടെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ കാശ് ഇങ്ങോട്ട് എടുക്കാം, ഒരു ലാഭം നേടാം. ആ സിറ്റുവേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഡസ് ദാറ്റ് മേക്ക് സെൻസ്? No, of course it makes sense to me. ഞാനിങ്ങനെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു അൺഫെയർനെസ് എത്ര നല്ലത്, അൺഫെയർനെസ് നല്ലതല്ല എന്ന് ജിഷ്ണു യോജിക്കുന്നുണ്ട്, ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ജിഷ്ണുവിന്റെ ഒപ്പീനിയൻ പ്രകാരം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലാണ് അൺഫെയർനെസ് കുറച്ചും കൂടെ കുറയാന്നുള്ളത്. ബിക്കോസ് ഹെൽത്ത് കെയർ അവൈൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ 1 വീക്ക് ഉള്ള അല്ലെങ്കിൽ 2 വീക്സ് ഉള്ള വെയിറ്റിംഗ് ടൈം ഒഴിവാകും. സോ അങ്ങനെയാണ് ശരിക്കും അൺഫെയർനെസ് കുറക്കുക എന്നാണ് ജിഷ്ണുവിന്റെ വാദം. സോ ഇപ്പോ ഈ അൺഫെയർനെസ്സിനെ പറ്റി പറയുമ്പോൾ ലൈക്ക് ഇൻകം ഇനിക്വാലിറ്റി, ലൈക്ക് വേൾഡിൽ തന്നെ ഇൻകം ഇനിക്വാലിറ്റി നോക്കുമ്പോൾ ഈ വേൾഡില് ടോപ്പ് 1% കയ്യിലാണ് 37% ഓഫ് ഗ്ലോബൽ വെൽത്ത് ഉള്ളത്. ആൻഡ് വേൾഡിലെ ലൈക്ക് നിയർലി ഹാഫ് ദ പോപ്പുലേഷൻ പോവർട്ടിയിലാണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇലോൺ മസ്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ $839 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത്. ലൈക്ക് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ 80 ലക്ഷം കോടി രൂപ. സോ ഇവര് ഈ ബില്യണിയേഴ്സിന്റെ കയ്യിൽ ഇത്രയും, ഇപ്പം ഓക്സ്ഫാം ആണെങ്കിലും ഈ മരുന്ന് കമ്പനിക്കാരുടെ നെറ്റ്വർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും നെറ്റ്വർത്ത് ഉള്ള ഇവര് ഈ ഒരു വളരെ 10% ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഇത്രയും കൂടുതൽ വെൽത്ത് അമാസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവര് ഈ അമാസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എത്തിക്കൽ രീതിയിലൂടെയാണോ ഇവര് അമാസ് ചെയ്യുന്നത് ഈ വെൽത്ത് ഒക്കെ? കാരണം എത്തിക്കൽ ബില്യനെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റേ പോസിബിൾ ആണോ? കാരണം ഇവര് ഈ ബില്യനേഴ്സ് ആവുന്നത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും സപ്ലൈ ചെയിൻ ആണെന്നുണ്ടെങ്കിലും കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ എല്ലാ സെക്ടേഴ്സിനെയും അൺഫെയർ ആയിട്ട് ക്യാപ്ചർ ചെയ്ത് ഡിസ്പ്രപ്പോർഷനായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടല്ലേ ഇവർ ആ ഒരു തലത്തിലോട്ട് ബില്യനേഴ്സ് ആയി മാറുന്നത്. കാരണം ഇവര് ഡയറക്ട്ലി ചെന്ന് പണിയെടുത്തിട്ടല്ലല്ലോ ഈ ബില്യനേഴ്സ് ആവുന്നത്. സോ ഇങ്ങനെ ഒരു എത്തിക്കൽ ബില്യനേർ എന്നുള്ള ഒരു കോൺസെപ്റ്റേ പോസിബിൾ അല്ലല്ലോ. എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാണ്ട് ഇവർക്ക് ബില്യനേഴ്സ് ആവാൻ പറ്റുമോ? ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഈ എക്സ്പ്ലോയിറ്റേഷൻ അതൊരു ഭയങ്കര സ്ട്രോങ് വേർഡാണ്, നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുന്നത് ഈ ഒരു എന്താ പറയുക 1%ന്റെ കയ്യിലാണ് മെജോറിറ്റി ഓഫ് ദ വെൽത്ത്, അല്ലെങ്കിൽ 10% കയ്യിലാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ ഒരു നെറേറ്റീവ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മെട്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള കുറെ ഗിമിക്സ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഈ വെൽത്ത് എന്ന് പറയുന്നത് ഇത് ബേസിക്കലി
ഇവര് ഭാഗമായിട്ടുള്ള കോർപ്പറേറ്റീവ്സിന്റെ ഒക്കെ എന്താ പറയുക വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ഇത് പറയുന്നത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനീനെ വാല്യുവേഷൻ ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യും. കാരണം ഇപ്പോൾ ഈ ബിസിനസ് സെല്ല് ചെയ്യുന്ന സമയത്തൊക്കെ അതിന്റെ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റും കൂടിയും കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിന്റെ ടോട്ടൽ വാല്യൂ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ആക്ച്വലി ഇവരുടെയൊക്കെ വെൽത്തിന്റെ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് ഇതൊന്നും റിയലൈസ്ഡ് വാല്യൂ അല്ല. ഈ സാധനത്തിന്റെ റിയലൈസ്ഡ് വാല്യൂ എന്താ പറയുക, റിയലൈസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് നമ്മളത് വിറ്റ് കഴിഞ്ഞിട്ട് അത് കിട്ടുന്ന കാശാണ്. ഓക്കെ, അതുവരെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ ഇതാ ഈ ഒരു ഫോണുണ്ട്. ഓക്കെ, ഈ ഫോണിന് ഞാൻ പറയുന്ന വില എന്ന് പറയുന്നത് ഇപ്പോൾ $2,000-2,500 ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതാണ് അതിന്റെ വില. ഇപ്പോൾ പാത്തുന്ന് പറയാം ഓക്കെ, അയാളുടെ അടുത്ത് ഇത്രയും വേർത്തിയായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇത് ഞാൻ വിൽക്കാൻ പോകുമ്പോഴായിരിക്കും ഇതിന് ഇത്ര പൈസ തരാൻ തയ്യാറായിക്കൊള്ളുന്നില്ല ആളുകൾ. മനസ്സിലായോ? ഇത് വിൽക്കാൻ എന്റെ കയ്യിൽ ഇരിക്കുന്നതോറും എനിക്ക് എന്ത് വാല്യൂ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് വിറ്റ് കഴിയുമ്പോഴായിരിക്കും അവൻ ആക്ച്വലി റിയലൈസ്ഡ് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് ഇതിനേക്കാളും വളരെ താഴെ ആയിരിക്കും. ഓക്കെ, അത് വേറൊരു കാര്യം. ഓക്കെ, ഞാൻ ഇനി ഇതാക്കുന്നത് ശരിക്കും പറയുന്നത് ഇപ്പോ ഈ ശരിക്കും കണക്കുകൾ വെച്ച് പറയുന്നത് ഒരു കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സിഇഒ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആളൊക്കെ ഓൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് പലപ്പോഴും കമ്പനിയുടെ 2% മാത്രമാണ് അവർ ഓൺ ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത് പറയുന്നത്. ബാക്കി 98% ഓൺ ചെയ്യുന്നത് ആരാന്നറിയോ? ഈ ബാക്കിയുള്ള എന്താ പറയാ ബാക്കിയുള്ള ആളുകളാണ്. നമ്മളെല്ലാവരും അതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അവര് നമുക്കൊരു സാധനം തരുന്നത് ഇപ്പൊ ഞാൻ ഐഫോണിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഐഫോൺ ഉണ്ടാക്കിയത് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണിന്റെ വില താഴോട്ട് പോയിരിക്കുക. ഓക്കെ, ഐഫോണിന്റെ വില താഴോട്ട് പോയിരിക്കുകയാണ്. ഐഫോണിന്റെ എംപ്ലോയീസിന്റെ സാലറി മുകളിലോട്ട് പോയിരിക്കുക. ഓക്കെ, ഇങ്ങനെ അവരുടെ എംപ്ലോയീസിന് കൂടുതൽ പേ ചെയ്യാനും അതിന്റെ യൂസേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് ഐഫോൺ കൊടുക്കാനും എങ്ങനെയാണ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് അവര് ബില്യൺസ് ഓഫ് എന്താ പറയുക റവന്യൂ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവര് ചൂഷണം ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ചൂഷണം? നമ്മൾ വളണ്ടിയർ ഞാനിപ്പോ ഇത് എനിക്കറിയാം യു ആർ ആസ്കിങ് എ ഡെവിൾസ് അഡ്വക്കേറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെ എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വോളണ്ടിയർലി ഒരു സാധനത്തിന് ഓക്കെ എന്റെ കയ്യിലിരിക്കുന്ന 10 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ 10 രൂപ ഇരിക്കുന്നതിനേക്കാളും സന്തോഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങോട്ട് വരുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം മേടിച്ചിട്ട് നമ്മൾ ഒരു ഐസ്ക്രീം സങ്കല്പിക്കുക. ഞാൻ 10 രൂപ അങ്ങോട്ട് വരുന്ന ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് ഞാൻ കഴിച്ചിട്ട് എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് ഐസ്ക്രീം കഴിക്കുമ്പോഴാണ്. എന്നിട്ട് നമ്മൾ പറയണം ഓക്കെ അയാൾ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതിലെ ഇരട്ടത്താപ്പ് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പ്ലോയിറ്റേഷൻ. പക്ഷെ നമുക്കിപ്പോ എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ കമ്പനീസിനും ബില്യനേഴ്സിന്റെ കമ്പനീസിലും അൺപെയ്ഡ് ഇന്റേൺസ് വെച്ചാൽ ഒരു അൺപെയ്ഡ് ആയിട്ട് ഒരുപാട് ഇന്റേൺഷിപ്പ് വർഷങ്ങളോളം ചെയ്യുന്ന ആൾക്കാരില്ല. അൺപെയ്ഡ് ആയിട്ട് ജസ്റ്റ് എക്സ്പോഷർ എന്നുള്ളൊരു പേരിൽ അൺപെയ്ഡ് ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇത്രയും റവന്യൂ ഉള്ള ഇതിന്റെ ഇത്രയും റവന്യൂ ഉള്ള ഈ കമ്പനീസ് എന്തുകൊണ്ട് ലൈക്ക് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ എൻട്രി ലെവൽ സ്റ്റാഫിനെ അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ അതൊരു എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ? അഗൈൻ അതില് എന്തിനായിരിക്കും ഒരു അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ഇവരെടുക്കുന്നതെന്നാണ് പാത്തുന്നത്? അവരുടെ സിവിയിൽ കൊടുക്കാനായിട്ട് എക്സ്പോഷറിന് വേണ്ടി. യെസ് സോ ദേ ഹാവ് എന്താ പറയാ അവർക്ക് അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അവിടെ അല്ലെ. ഇപ്പൊ ഞാൻ റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോളേജസിലൊക്കെ പോയിട്ട് റിക്രൂട്ട് ചെയ്യാനൊക്കെ പോകുന്ന ഇതുണ്ടായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേ നോ നത്തിങ് അബൌട്ട് ദി ഇൻഡസ്ട്രി. അവർക്ക് കുറെ തിയററ്റിക്കൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് എന്തോ കോളേജിലുള്ള പ്രാക്ടിക്കൽ യൂണിവേഴ്സിറ്റീസിലുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട് എന്നല്ലാതെ എങ്ങനെയാണ് റിയൽ ലൈഫ് ഈസ് ടോട്ടലി ഡിഫറെന്റ് റൈറ്റ്. ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ബുക്കിൽ പഠിക്കാൻ നമ്മൾ ചെറിയ മറ്റേ ലേണേഴ്സിന്റെ എക്സാം ഒക്കെ എഴുതാം. പക്ഷെ റിയാലിറ്റിയിൽ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ആ റിയാലിറ്റി അവർക്ക് പഠിച്ചെടുക്കാനും അവർക്ക് നാളെ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ഇൻ റിയൽ ലൈഫ് ഇത് എങ്ങനെ സാധിക്കുന്നത് മനസ്സിലാക്കി എടുക്കാനുള്ള ട്രേഡ് ഓഫ് ആണത്. ഓക്കെ, നിങ്ങൾ എനിക്ക് ഇപ്പൊ ഇവിടുത്തെ കമ്പനി ഈ $multi-million മൾട്ടിനാഷണൽ കമ്പനീസിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റേൺ വരുമ്പോൾ അയാൾക്ക് ദേ സൂപ്പർ ഹാപ്പി. കാരണം അവിടുത്തെ വർക്ക് എൻവയോൺമെന്റ്, അവിടെ നിന്ന് കിട്ടുന്ന പേർക്സ്, ഇതൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർക്ക് കിട്ടുന്നത്.
അപ്പോൾ അവർ പറയുന്നത് ഞാൻ 3-4 ദിവസം ഞാൻ ഫ്രീ ആയിട്ട് ഇപ്പോൾ എടോ താൻ മറ്റേ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പല ആളുകളും ഒരു ഇന്റേൺഷിപ്പ് ഫ്രീ ആയിട്ടുള്ള അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൊതിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നത്. സോ അവർക്ക് കാണണം എങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ദേ ആർ റെഡി, റൈറ്റ്? ഇപ്പൊ നമ്മളൊരു കോളേജ് ചെന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഫീസ് കൊടുത്തിട്ടാണ് നമ്മളൊരു കാര്യം പഠിക്കുന്നത്. പക്ഷെ നമ്മളൊരു കമ്പനി ചെല്ലുമ്പോൾ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണ്ട, അവർ ഇങ്ങോട്ടും കാശ് തരുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വന്ന് പഠിക്കാം. ഇറ്റ്സ് എ ബിഗർ വേ, റൈറ്റ്? സോ അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ട്രെയിനിങ്ങിന് എനിക്ക് ഉണ്ടായിരുന്നത് 1800 രൂപയാണ്, ഇഫ് ഐ റിമെമ്പർ ഇറ്റ് കറക്റ്റ്ലി. ഞാൻ കൊച്ചിയിൽ ഒരു ഹോട്ടലിലാണ് ഞാൻ ഹോസ്പിറ്റാലിറ്റി പഠിച്ചത്. അവിടെ ഞാൻ കുറച്ച് മാസങ്ങൾ ട്രെയിനിങ്ങിന് പോയത്, പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഓക്കെ, ഇപ്പൊ അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, എന്താ പറയാ, 1800 കൊടുത്തിട്ട് ചൂഷണം ചെയ്യാണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, പക്ഷെ ദി എക്സ്പോഷർ ഐ ഗോട്ട്, ലൈക്ക് എന്താ പറയാ, ഞാൻ പഠിച്ച കാര്യങ്ങൾ, അതിനുശേഷം എനിക്കത് ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂ, പിന്നെ നമ്മളൊരു കസ്റ്റമറിനെ ഫേസ് ചെയ്യുക എങ്ങനെയാണ്, അവരുടെ അടുത്ത് പെരുമാറേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന് പഠിച്ചെടുക്കും. നമ്മുടെ കരിയറിന്റെ ഏർലി സ്റ്റേജിൽ നമുക്കത് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോരാ, ട്രെയിനിങ് മാത്രം പോരാ, നിങ്ങൾക്ക് വലിയൊരു ശമ്പളം തരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലാതെയാവും. ഇപ്പൊ നമ്മൾ 10,000 കൊടുത്തു കഴിഞ്ഞാൽ വെറും 10,000 ഉറുപ്പിക്കാണ് ആ കൊച്ചിനിട്ട് പണിയെടുപ്പിച്ചത്. ഇത് ഏതൊരു സമയത്തും പറയാവുന്നതാണ്. ഇപ്പൊ അവർ മില്യൺസ് ഓഫ് ഡോളേഴ്സ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, മില്യൺസ് ഓഫ് റുപ്പീസ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് 10,000 ആണോ കൊടുത്തത് അല്ലെങ്കിൽ 20,000 ആണോ കൊടുത്തതെന്ന് ചോദിക്കും. അതൊരു പോയിന്റ്ലെസ് സംഭവമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഇപ്പൊ ഒരു ഇന്റേൺ ആണെന്നുണ്ടെങ്കിൽ ആ ഇന്റേണിന്റെ സെയിം വർക്ക് ചെയ്യുന്ന വേറൊരാള് ആ കമ്പനിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വർക്ക് ലോഡുള്ള ഇന്റേണിന് ആ ശരിക്കും യഥാർത്ഥത്തിൽ വർക്കുള്ള ആളുടെ ഒരു 10% അല്ലെങ്കിൽ ഒരു 20% സാലറി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്തിനാണ് 10% 20% നിർത്തുന്നത്? ബിക്കോസ് അത് ഇന്റേൺഷിപ്പ് ആണ്, എക്സ്പോഷർ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊടുക്കാത്തത്. പക്ഷെ അല്ല, ഇത് ഇപ്പൊ നമ്മള് സർക്കിൾ ബാക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഇയാള് പറയുന്നത് നിങ്ങൾക്ക് വന്നിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പഠിക്കാം. ഓക്കെ, പിന്നെ പല ഇൻഡസ്ട്രികളിലും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു IT കമ്പനിയൊക്കെ എടുക്കുമ്പോൾ വളരെ ഇത് കുറവായിരിക്കും. പക്ഷെ ഒരു പല കമ്പനികൾ എന്തുകൊണ്ടാണ് ഈ ഫ്രീ ഇന്റേൺസിന് എടുക്കാത്തതെന്ന് അറിയോ? അതിനേക്കാളും വലിയ തലവേദന. കാരണം എന്തെങ്കിലും വർക്ക് പ്ലേസ് ഇഞ്ചുറി വന്നാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു കസ്റ്റമർ സെർവ് ചെയ്യുമ്പോൾ അതിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഇന്റേൺ ആണെന്നുള്ളതൊന്നും പുറം ലോകം നോക്കില്ല. ഇത് കമ്പനിയുടെ എംപ്ലോയി ആണ്, ഇങ്ങനെ ചെയ്തു, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ തോന്നിയ പോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനീസിലെല്ലാം ഇന്റേൺസിനെ എടുത്ത് റൺ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അവരവിടെ റിസ്ക് എടുക്കുന്നുണ്ട്, അവിടെ ഒരു റിസ്ക് എടുക്കുന്നുണ്ട്. ഇവർക്ക് എന്താ പറയാ, മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടോ? നമ്മളെപ്പോഴും ഈ ഒരു കാശിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ബെനിഫിറ്റ് നോക്കുക. ഇപ്പൊ ഞാൻ ചെയ്തിരുന്ന ഇന്റേൺഷിപ്പിൽ എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് എന്റെ ഡിഗ്രിയുടെ ഭാഗമായിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിനൊരു അവസരം കിട്ടി. അപ്പോൾ എനിക്കത് ഇട്ടിട്ട് പോരായിരുന്നു. എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ഇട്ടിട്ട് പോയി. അപ്പൊ ഞാൻ വോളണ്ടിയർലി ഞാനൊരു ഇത് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് വേറെ ഇനിയിപ്പോ കാശ് കിട്ടുന്ന സ്ഥലം നോക്കായിരുന്നു. പക്ഷെ ഇല്ല. പക്ഷെ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്, ഒരാളെ ട്രെയിൻ ചെയ്യാനൊക്കെ പല കമ്പനികളും, ഓരോ കമ്പനികളും വ്യത്യസ്തമാണ്. അവർക്ക് കുറെ എക്സ്പെൻസസ് ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ ഒരു പേയ്മെന്റ് മാത്രമാണ് അതിന്റെ മാനദണ്ഡമായിട്ട് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. സോ ഇപ്പോ നമ്മളിപ്പം പൊളിറ്റിക്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സൊഹ്റാൻ മംദാനി ലൈക് ന്യൂയോർക്കിലെ മേയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് പോളിസീസ് പറഞ്ഞിട്ടാണ് ലൈക് ഫ്രീ ഗ്രോസറീസ്, അതുപോലെ 10 വർഷത്തിനുള്ളിൽ ടോപ്പ് 1%, റിച്ചസ്റ്റ് 1% കയ്യിൽ നിന്ന് ടാക്സ് എടുത്തിട്ട് 200,000 റെന്റ് സ്റ്റെബിലൈസ്ഡ് ഹോംസ് ഉണ്ടാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിങ്. അത് കാരണം കൊണ്ട് തന്നെ ആള് എലക്റ്റഡ് ആയി. പക്ഷെ ഈ പറയുന്നത്, ഇപ്പൊ ഇതിന്റെ ക്രിറ്റിക്സ് പറയുന്നത് ഇത് ഫീസിബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷെ ഈ സോഷ്യൽ ഹൗസിംഗ് മോഡൽസ് സിംഗപ്പൂരിലാണെങ്കിലും അതുപോലെ വിയന്നയിലാണെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സോഷ്യൽ ഹൗസിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ എന്തുകൊണ്ട് ഇത് ന്യൂയോർക്കിൽ പ്രാവർത്തികമാക്കിക്കൂടാ? എനിക്ക് ഈ സിംഗപ്പൂരിലെ സോഷ്യൽ ഹൗസിംഗ് എനിക്ക് എക്സാക്ട്ലി അറിയില്ല കേട്ടോ. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് പ്ലാൻ ചെയ്യുന്ന ഗവൺമെന്റ്സ് ആണ്, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ആളുകൾ വാങ്ങുവാണ്. ആൻഡ് അവിടെ ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ഹൗസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ടാക്സ് ഉണ്ട്. സോ ബേസിക്കലി അവർ ചെയ്യുന്നത് ഈ റിയൽ എസ്റ്റേറ്റിന് ഒരു സ്പെക്കുലേഷന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈലി നിങ്ങൾക്ക് വിറ്റ് കാശാക്കാനും എപ്പോഴും ഇങ്ങനെയുള്ള അതിന്റെ കറക്റ്റ് ടേം എനിക്കറിയില്ല. അതായത് നിങ്ങൾക്കൊരു മാർക്കറ്റ് കമ്മോഡിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാക്കി വെച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അടി ഉണ്ടാവില്ലല്ലോ, ഈ പറഞ്ഞ പോലെ ഹൗസിംഗ് ക്രൈസിസ് എന്നൊന്നും പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ പ്രഷർ വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഫാക്ട് ചെക്ക് മീ ഓൺ ദിസ്. പക്ഷേ ഇപ്പൊ ന്യൂയോർക്കിലൊക്കെ ഉള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി സോഷ്യലിസ്റ്റുകൾ ഓഫർ ചെയ്യുന്ന സൊല്യൂഷൻസ് തന്നെയാണ് സോറാൻ മംദാനിയും ഓഫർ ചെയ്യുന്നത്. ഇതിന്റെ റിസൾട്ടൊക്കെ നമ്മൾ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും കണ്ടു മടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രീ ഗ്രോസറി അല്ലെങ്കിൽ ലോ പ്രൈസിന് ഗ്രോസറി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. ഇപ്പോൾ അടുത്ത് കണ്ട ഒരു ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രോസറി ചെയിൻസിൽ ഒരു ഗ്രോസറി സ്റ്റോർ ഇടുന്നതിനേക്കാളും ചെലവിലാണ് സോറാൻ മംദാനി ഒരു ഗ്രോസറി സ്റ്റോർ ഇടുന്നത്. ഇതിനുള്ള കാശ് എവിടുന്ന് കിട്ടുന്നത്? ഇതേ ടാക്സ് പ്രൈസ് തന്നെ പൊഴിഞ്ഞിട്ട് വേണം. ഓക്കെ, ഇനി ഈ സ്റ്റോഴ്സിൽ വിൽക്കാൻ പോകുന്നത് ബാക്കിയുള്ള കടകളിലൊക്കെ വിൽക്കുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിനാണെന്നാണ് പറയുന്നത്. ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ മറ്റ് സ്റ്റോറുകൾ വിട്ടിട്ട് ഇവിടെ വന്ന് വാങ്ങാൻ തുടങ്ങും. റൈറ്റ്? അപ്പോൾ ഇവിടെ വന്ന് വാങ്ങാൻ തുടങ്ങുമ്പോൾ ഷോർട്ടേജ് വരും സാധനങ്ങൾക്ക്. സ്വാഭാവികമല്ലേ? നിങ്ങൾക്കൊരു സാധനം അവിടെ കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞ് ഇവിടെ കിട്ടുമ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ ഷോർട്ടേജ് വരും. റൈറ്റ്? ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷോപ്പിനെ ഇത് വലിയ കോർപ്പറേറ്റ് ചെയിൻസിനെ പോലും ഒരു പരിധി വരെ നിങ്ങൾക്ക് അവർക്ക് പിടിച്ചേക്കാം. കാരണം അവർ ഇപ്പോൾ ഒരു വാൾമാർട്ടിന്റെ സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കിൽ മാത്രമല്ല, അവർ പല സ്ഥലങ്ങളിലും ഉണ്ട്. റൈറ്റ്? അപ്പോൾ അവർ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിച്ചു വെക്കും. ചിലപ്പോൾ ന്യൂയോർക്കിൽ പൂട്ടിപ്പോയാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിച്ചു വെക്കും. ആ ബ്രാൻഡൊന്നും വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ ബാധിക്കാൻ പോകുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ആരായിരിക്കും? അതായത് സ്മോൾ ബിസിനസ്, ഫാമിലി ഓണ്ട് ബിസിനസ്സസ്. അവരേനൊക്കെ ആയിരിക്കും ആദ്യം അടി കിട്ടുക. അവിടെ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഇവിടെ കൊടുക്കുന്നു, ആളുകളെല്ലാം അവിടെ പോയി വാങ്ങും. ഇത് റോക്കറ്റ് സയൻസ് അല്ല. പിന്നെ അപ്പോൾ ഒരു ഇനിയിപ്പോൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഭയങ്കര എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കേണ്ട ആവശ്യം കൊടുക്കുന്ന പോലെയൊക്കെ കൊണ്ടുവന്നാൽ ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ ബേസിക്കലി അതേപോലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര വില്ലൻവൽക്കരിക്കലാണ് കാശുണ്ടാക്കുന്ന ആളുകൾ. ആരെങ്കിലും റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വില്ലൻവൽക്കരിക്കുക, അവരെ ടാക്സ് ചെയ്യുന്ന പറയാം. ഇപ്പോൾ പിന്നെ ഒരു വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ അടുത്തൊരു വീഡിയോ കണ്ടുണ്ടാവും പാത്തു. അതായത് ഏതൊരു വലിയ ടവറിന്റെ മറ്റേ ബിൽഡിങ്ങിന്റെ അടുത്ത് പോയിട്ട് ഇയാളെ നമ്മൾ ടാക്സ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ ഒരു ബൈനറി ഉണ്ടാക്കുകയാണ്. അയാൾ ഒരു മോശം അത് ഓക്കെ അംഗീകരിച്ചു എന്ന് വിചാരിക്കുക. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ആ പ്രോപ്പർട്ടി വിറ്റിട്ട് ഈ റിച്ച് പീപ്പിൾ ദേ ക്യാൻ അഫോർഡ് ടു മൂവ് ഔട്ട്. റൈറ്റ്? ഇപ്പോൾ US പറയുന്ന വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കിൽ സോറാൻ മംദാനി വന്നോട് കൂടിയിട്ട് ഫ്ലോറിഡയിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസിന്റെ ബിസിനസ് കൂടുന്നു. കാരണം ആളുകൾ എല്ലാവരും മൂവ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് സ്വീഡനിൽ ടാക്സി കൂട്ടാനും ഗവൺമെന്റ് എക്സ്പെൻസ് കൂട്ടാനും തുടങ്ങിയപ്പോൾ കമ്പനികൾ എന്ത് ചെയ്തു? കമ്പനികൾ രാജ്യം വിട്ടു. ഓക്കെ, ആർക്കെങ്കിലും അങ്ങനെ രാജ്യം വിടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ റിച്ച് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും എളുപ്പം. എന്നിട്ട് ഇതിന്റെ നികുതി ഭാരം, ഈ വക സംഭവങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ട് ഇതിന്റെ നികുതി ഭാരം വന്ന് തൂങ്ങാൻ പോകുന്നത് ഓർഡിനറി ന്യൂയോർക്കേഴ്സിന്റെയും അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെയും ഇതിലായിരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് നമ്മളിത് കടമായിട്ട് എടുത്തിട്ട് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കും. അതാണ് ഒരു കേരള കോണ്ടെക്സ്റ്റിൽ നടക്കുന്നത്. അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റല്, പെൻഷൻ, സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് കൊടുത്തിട്ട്. ഇപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, അതായത് ഞാൻ കേരളമായിട്ട് ടാഗ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് നമ്മുടെ പല കോളേജസിലും ആളുകൾ പഠിക്കാൻ വരുന്നില്ല എന്ന് പറയുന്നത്. കുട്ടികൾ സീറ്റ് എടുക്കുന്നില്ല, പക്ഷെ യു സ്റ്റിൽ ഈ ഫാക്കൽറ്റീസിനെല്ലാം പേയ്മെന്റ് കൊടുത്തിട്ട് നിർത്തണം. ഇനി അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കണം. അതൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഇത് ചെറിയ എമൗണ്ട് അല്ല. ഓക്കെ, അപ്പൊ ഈ ഫ്രീ വരുന്ന സംഭവങ്ങൾ എല്ലാം ഈ ന്യൂയോർക്ക് സിറ്റി ആണെന്നുണ്ടെങ്കിലും തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിലും സംഭവം ഒരേ സംഭവമാണ്. അതായത് പീപ്പിൾ റെസ്പോണ്ട് ടു ദീസ് പോളിസീസ് ഓർ ഈ സംഭവങ്ങൾക്ക്. ആളുകൾ നാട് വിട്ടു പോകും. അല്ല, റിച്ച് ആളുകൾ നാട് വിട്ടു പോകും. അവർക്ക് ടാക്സ് ചെയ്യാൻ ആളുകൾ ഇല്ലാണ്ട് വരും. എക്കണോമി പിന്നെ റെന്റ് സ്റ്റെബിലൈസേഷൻ, അത് വലിയൊരു കോമഡിയാണ്. ഇപ്പൊ അർജന്റീനയിലൊക്കെ റെന്റ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നു. 30% റെന്റൽ പ്രോപ്പർട്ടീസ് കൂടി എന്നാ പറയുന്നത്. ഹബിയർ മിലെ വന്നിട്ട് ഈ സംഭവം ലിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഈ റെന്റൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, പ്രോപ്പർട്ടി ഓണേഴ്സ് റെന്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അവർ ഭയങ്കരമായിട്ട് ലൂട്ട് ചെയ്യുന്നു, ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്കൊരു ഷോർട്ട് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ പ്രോപ്പർട്ടി പോവാണ്, എനിക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് ഇറങ്ങി പോവാം. ഒരുത്തന് ഒരു ചെറിയ യുവാവിനോ അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു വീട് റെന്റിനെടുത്ത് അവിടെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ റെന്റൽ ഹൗസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉള്ള ഒരു ഹൗസ് ആണ് അവർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ റെന്റ് ഫ്രീസ് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പ്രോപ്പർട്ടീസ് വിഡ്രോ ചെയ്യും. ഓക്കെ, ബ്ലാക്ക് മാർക്കറ്റിൽ റെന്റ് ചെയ്യാൻ നോക്കും, ലീഗൽ ആയിട്ട് അല്ലാണ്ട് റെന്റ് ചെയ്യാൻ നോക്കും.
പിന്നെ പ്രോപ്പർട്ടീസ് ഇനി റെന്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മെയിൻ്റെനൻസ് കുറയും. മെയിൻ്റെനൻസ് ഏറ്റവും ചീപ്പായിട്ട്, അല്ലെങ്കിൽ ഇതിന്ന് എനിക്ക് വരുമാനമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ഈ അതിലിനി കാശിറക്കണമെന്ന് വിചാരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാണ്ടാണ് നമ്മൾ റെന്റ് ഫ്രീസ് നല്ലതാണ്, ഈ വക സംഭവങ്ങളെല്ലാം നല്ലതാണെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പലയിടത്തും ഈ പറഞ്ഞ പോലെ തന്നെ പലയിടത്തും നോക്കി പൊളിഞ്ഞുള്ള സംഭവങ്ങളാണ്. പക്ഷെ സ്റ്റിൽ പീപ്പിൾ ഇതിനെ അഡ്വക്കേറ്റ് ചെയ്യും. കാരണം എന്താണ്, സെയിം സോഷ്യലിസ്റ്റ് അന്ധവിശ്വാസം. പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ആൾക്കാര് ഇതിൽ ഈ അന്ധവിശ്വാസത്തിൽ ലിയൂർ ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. ലെഫ്റ്റ് ലീനിങ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാര് അല്ലെ? അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മള് വളർന്നു വന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് റാഷണൊക്കെ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഇക്വാളിറ്റി, തുല്യത എന്നൊക്കെ പറയുന്ന വാല്യൂസ് നമ്മൾ റിയലൈസ് ചെയ്ത് വരുന്നത് അല്ലെ. അങ്ങനെ റിയലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടവരാണ്. പിന്നെ ഇതിന്റെ ഒരു വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തില് ഇവര് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങി കാണില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഓൾറെഡി കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയ ആളുകളുടെ നിന്ന് കാശ് പിരിച്ചിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്. ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡി കാണുമ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് എന്തിനാണ് ലെഫ്റ്റിസ്റ്റുകൾ ഇതിന് അഡ്വക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദ ബെനിഫിഷ്യറി, ദേ ആർ നോട്ട് ദ കോൺട്രിബ്യൂട്ടേഴ്സ് അല്ല, ഇവർ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. അതുകൊണ്ടാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു പരിധി വരെ ആളുകൾക്ക് ഈ പറഞ്ഞ പോലുള്ള ഒരു നാച്ചുറൽ ബയസ് ഉണ്ട്. അതായത് പാവപ്പെട്ടവരെ ഇങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നുള്ളതൊക്കെ തോന്നുന്ന ഒരു തരത്തിലുള്ള ബയസ് ഉണ്ട്. അപ്പോൾ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ പറയുമല്ലോ, അതായത് യങ് ഏജിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാന്നുണ്ടെങ്കിലാണ് പ്രശ്നം, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം. ന്യൂ ഗ്രോ അപ്പ് നിങ്ങൾ അതിന് പുറത്തു വരും. ഈ ചെറിയ കുട്ടിയാകുമ്പോൾ നിങ്ങൾ ഫെയറി ടെയിൽസിലും അല്ലെങ്കിൽ സാന്താക്ലോസിലൊക്കെ വിശ്വസിക്കും, കുറച്ച് ടാക്സ് കൊടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പറയില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് ഇതാവാനുള്ള കാരണം. പിന്നെ ചിലരും ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുള്ള വാസിനെ പോലെയൊക്കെയാണ്. അതായത് ഓക്കെ, ഇതിൽ പെട്ടുപോയി, ഇനി ജീവിതകാലം മുഴുവൻ ഇത് ഇതാക്കിക്കൊണ്ട് നടക്കുന്നത്. ഈ കോൺവെർസേഷനിൽ അബ്ദുള്ള ബാസിൽ വരുന്ന ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ മതം പഠിച്ചു, അത് ന്യായീകരിച്ച് കൊണ്ടു നടക്കേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് കൊണ്ടു നടക്കാണ്. ഇതേപോലെ തന്നെയാണ് ഓക്കെ, നമ്മുടെ ബ്രെയിൻ ഇതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സോ അതിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന മാർക്സിസ്റ്റ് അബ്ദുള്ള ബാസിൽമാരുണ്ട് കേരളത്തില്. അപ്പോ അത്രേ ഉള്ളൂ. ഇപ്പൊ അബ്ദുള്ള ബാസിലിനെ പറഞ്ഞപ്പോഴാണ് എനിക്ക്, അബ്ദുള്ള ബാസിൽ ഒരു ബയോളജി ടീച്ചർ ആണല്ലോ. സോ അങ്ങനെ ഈ ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ചിട്ടൊക്കെ അരച്ച് കലക്കി കുടിച്ച ബയോളജി ടീച്ചർ ആയത് കാരണം ഇങ്ങനെ ഈ പോസ്റ്റ് സെൻട്രൽ ഗൈറസ്, പ്രീ സെൻട്രൽ ഗൈറസ് എന്നൊക്കെ ഇങ്ങനെ ഹ്യൂമൻ ബ്രെയിൻ്റെ അനാട്ടമി ഒക്കെ എന്തായാലും വളരെ വ്യക്തമായിട്ട് എല്ലാവരെക്കാളും അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഹ്യൂമൻ ബിഹേവിയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആളുകളും പൈസ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെക്കാളും വാല്യൂ ചെയ്യുന്നത് ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി, ഫ്രീഡം, അതുപോലെ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ജോലിയിൽ ഒരു ഫ്ലോ വേണം. നമ്മളൊരു കോളിംഗ് ആയിരിക്കണം, നമുക്ക് പാഷനേറ്റ് ആയിരിക്കണം ആ ജോലി, നമുക്ക് ക്യൂരിയോസിറ്റി ആയിരിക്കണം, ആ ജോലി നമുക്കൊരു പേർപ്പസ് തരണം. അത് അങ്ങനത്തെ ജോലി ആയിരിക്കും എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടമാകും, നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ജോലികൾ. അല്ലാണ്ട് ഈ 9 to 5 ആയിട്ടുള്ള റോബോട്ടിക് ആയിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. കാരണം അത് ബേൺ ഔട്ട് വരും, വളരെയധികം സ്ട്രെസ് ആവും. സോ ഇങ്ങനത്തെ ഒരു റിയാലിറ്റി നിലനിൽക്കുക. ഇപ്പൊ നമുക്കൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നണം ആ ജോലി ചെയ്യാനായിട്ട്. നമുക്ക് രാവിലെ എഴുന്നേക്കാൻ നമുക്ക് തോന്നണം ആ ജോലി, അല്ലാണ്ട് ഇന്ന് ജോലിക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം നമുക്ക് ലോങ് റണ്ണിൽ നമ്മൾ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. സോ ഈ ക്യാപിറ്റലിസ്റ്റിക് ഗ്രൈൻഡ് അല്ലെങ്കിൽ 9 to 5 ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. സോ അത് കാരണമാണ് ഒരുപാട് ആൾക്കാർ ക്യാപിറ്റലിസ്റ്റിനെ വെറുക്കുന്നതും. അപ്പൊ ഒരു നല്ല ഒരു വർക്ക് കൾച്ചർ അല്ലെങ്കിൽ നല്ലൊരു എക്കണോമി എന്ന് വെച്ചാല് യഥാർത്ഥത്തിൽ ഈ സോഷ്യലിസത്തിന്റെ കുറെ നല്ല ആസ്പെക്റ്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ ക്യൂരിയോസിറ്റി ഡ്രൈവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ്നെസ്സും ഡ്രൈവ് ചെയ്യാനുള്ള ക്യാപിറ്റലിസത്തിന്റെ മിക്സും, അതുപോലെ നമ്മളൊരു റെന്റിനും അല്ലെങ്കിൽ ഫുഡിനും വേണ്ടി മാത്രം ജോലി ചെയ്യുക, അതിന് മാത്രം ജോലി ചെയ്യുക, ആ ഒരു ഗ്രൈൻഡ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ജോലിയല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആസ്പയർ ചെയ്യേണ്ടത്. സോ അതിനൊരു ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റം തടസ്സല്ലേ ഇങ്ങനെ നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷനെ കവച്ചു വെച്ചിട്ട് ജോലി ചെയ്യാനുള്ള? ഇത് എന്താ പറയാ, ഇതൊരു നല്ല സോഷ്യലിസ്റ്റ് വാദമാണ്. അതായത് ആളുകൾ കൂടുതലും ഈ പണത്തിനെതിരെ നല്ല വാല്യൂ ചെയ്യുന്നത്, അവരവരുടെ മോറൽസിന്, വാല്യൂസിന്, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക വെർബൽ ജിംനാസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ശരിക്കും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ചരിത്രത്തിൽ പുറകോട്ട് പോവുക. വി വർ എക്സ്ട്രീംലി പുവർ, റൈറ്റ്? എക്സ്ട്രീംലി പുവർ. കാട്ടില് വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഇപ്പോൾ
അതിനുശേഷം നമ്മൾ ഒരു പാത്ത് ഉണ്ടല്ലോ, നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നു, നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു പാത്ത് ഉണ്ടല്ലോ. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പണ്ട് അമ്മ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു കുറച്ച് അരി നെല്ലാണ് കൂലിയായിട്ട് കിട്ടുക. എനിക്ക് തോന്നുന്നു ചെറിയ കൂലി ഉണ്ടായിരിക്കും, പക്ഷെ നെല്ലാണ് കിട്ടുക. അപ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാവരും ജോലി ചെയ്താൽ മാത്രമാണ് 4 ആൾക്ക് ജീവിക്കാനുള്ള 2 വ്യക്തികളും 3 കുട്ടികൾക്കൊക്കെ ജീവിക്കാനുള്ള ഒരു സമ്പാദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മാറിയത് ഇന്ന് എന്താ പറയുക, 2 ആള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ സമയം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഷർ ആക്ടിവിറ്റീസിന്, നമ്മുടെ എന്താ പറയുക എന്റർടൈൻമെന്റ്സിന്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടി. പക്ഷെ നമുക്കുള്ള പ്രശ്നം, നമുക്ക് ഈ 9 to 5 ആണ് നമ്മുടെ പ്രശ്നം. പക്ഷെ നമുക്ക് അവിടെ ഒരുപാട് എന്താ പറയുക ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ ബാക്കിയുള്ള പാഷൻ ഫോളോ ചെയ്യാനും ഇതിനൊക്കെയുള്ള അവസരം കൂടിയത് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് വന്ന് നമ്മൾ ഇത്രയും ഹൈലി പ്രൊഡക്റ്റീവായി മാറുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവസരങ്ങൾ ഉണ്ടായി വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ആളുകൾ വാല്യൂ ചെയ്യുന്നത് ആ ലീഷർ ആക്ടിവിറ്റീസിനെ അല്ലേ, അതുകൊണ്ട് അതിനല്ലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നത് തന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിത് എംബ്രേസ് ചെയ്യണം. നമ്മളിത് ഇനിയും കൂടുതൽ ഇപ്പോൾ എയുടെ ഒക്കെ വരവോട് കൂടിയിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇനിയും കൂടും. ആളുകൾ ചെറിയ സമയം ജോലി ചെയ്താൽ മതി എന്നുള്ള അവസ്ഥ വരും. നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ ഓരോ സംഭവം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പണ്ട് ഓരോ സാധനങ്ങൾക്കും സ്പെൻഡ് ചെയ്തിരുന്നതിനേക്കാളും വളരെ ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ഇന്ന് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ ഡേ ജോലി ചെയ്താലാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഭക്ഷണത്തിനുള്ള വക കണ്ടെത്താൻ പറ്റിയിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഒരാൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ആ ജോലി ചെയ്യുന്നതിന് വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾക്ക് ഭക്ഷണത്തിലേക്ക് പോകുന്നുള്ളൂ, ചെറിയ ഭാഗമാണ് നിങ്ങളുടെ അക്കോമഡേഷനിൽ പോകുന്നുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യുന്നു ആളുകൾ, എന്റർടൈൻമെന്റ് വരുന്നു നിങ്ങൾക്ക്. അതാണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറി എന്ന് പറയുന്നതിന്റെ വലിയൊരു ലക്ഷണം അതാണല്ലോ. അപ്പോ കാര്യങ്ങൾ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ നമുക്കിപ്പോ ഒരു ഫൈനൽ പോയിന്റ് പറയുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് നമുക്ക് പൊതുവേ ഒരു സാധാരണ ഈ സോഷ്യലിസ്റ്റ് സർക്കിൾസിൽ പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, തിയറിറ്റിക്കലി ഒരു ലാർജ് എക്കണോമിയിൽ 100% കമ്മ്യൂണിസം പോസിബിൾ ആയിട്ടുള്ള ഒരു ചരിത്രം ഇല്ല, അത് പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. സോ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇത് നല്ലപോലെ വർക്ക് ചെയ്യാത്തത്, നല്ലപോലെ എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാത്തത് അമേരിക്ക സാങ്ഷൻസ് ഇടുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ത്രൈവ് ചെയ്യാത്തത് എന്നുള്ളൊരു ആർഗ്യുമെന്റ് ഉണ്ട്. സോ ആ ആർഗ്യുമെന്റിനെ എങ്ങനെയാണ് ജിഷ്ണു അഡ്രസ് ചെയ്യാം? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളടുത്ത് ഈ ചോദ്യം ഒരു ഇതിൽ വരുന്നത് നമ്മൾ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ബില്യണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുള്ള ഒരു ഇതിലാണ്. ഇപ്പോൾ ഈ ക്യാപിറ്റലിസം നമ്മൾ അമേരിക്കയിൽ നിന്ന് മാറ്റി നിർത്തി കാണേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, ക്യാപിറ്റലിസം ഒരു അമേരിക്കൻ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അമേരിക്കയോ അല്ല. ഓക്കെ, അത് ഐ ജസ്റ്റ് വോണ്ട് അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. ക്യാപിറ്റലിസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ആളുകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ആളുകളുടെ ജീവിതം മെച്ചപ്പെടും എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഏതെങ്കിലും പോയിന്റ് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമേരിക്ക ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിക്കലി അവർ പല സമയങ്ങളിലായിട്ടുള്ള എടുത്തിട്ടുള്ള എന്താ പറയുക, അവരുടെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ലെവറേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെടുത്തിരുന്ന ഒരുപാട് തീരുമാനങ്ങൾ മുഖേന അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹെജിമണി ഉണ്ട്, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് പല കാര്യങ്ങളിലും. അത് അവർ പല സമയത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളത് ടോട്ടലി വേറൊരു ചർച്ചയാണ്. ഇപ്പോൾ പിന്നുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു രാജ്യം, ഇപ്പോൾ ക്യൂബ ആയിക്കോട്ടെ, വെനിസ്വേല ആയിക്കോട്ടെ, നോർത്ത് കൊറിയ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം ദുരന്തം അവസ്ഥയിലേക്കാവുമ്പോൾ ഇവർ പറയുന്നൊരു സംഭവമാണ് ഇത് അമേരിക്കയുടെ സാങ്ഷൻ കൊണ്ടാണെന്നുള്ളത്. പക്ഷെ ശരിക്കും ഇതിന്റെ ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ക്യൂബയുടെ കാര്യത്തിലൊക്കെ അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ ക്യൂബയുടെ എക്കണോമിക് അവസ്ഥയൊക്കെ പരിസ്ഥിതി വളരെ മോശമായി. ഓക്കെ, പിന്നെ ഇവർക്ക് ഇതിനെ വർക്ക് അറൗണ്ട് ചെയ്യാനുള്ള പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി ഇപ്പോൾ ചൈന ആണെന്നുണ്ടെങ്കിലും റഷ്യ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടിയും എന്താ പറയുക ക്യാപിറ്റലിസ്റ്റ് സൈഡിലേക്ക് പോയി. പക്ഷെ അതേസമയം വെനസ്വേല എന്താ ചെയ്യുന്നത്, എല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്ക് എന്നിട്ട് നമുക്ക് നടത്താം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആളുകളിൽ നിന്ന് തട്ടിപ്പറിച്ച് പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തുടർന്നിട്ട് പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവര് നാഷണലൈസ് ചെയ്യുന്നു, ക്യൂബയിലൊക്കെ നാഷണലൈസ് ചെയ്യുന്നു, അമേരിക്കൻ കമ്പനികളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നാഷണലൈസ് ചെയ്തിട്ട് ഇറങ്ങി പോകാൻ പറയുമ്പോൾ then what do you expect?
ഞാൻ പറയുന്നത് അഗെയിൻ, അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, റൈറ്റ്? അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ജനങ്ങൾക്ക് സാങ്ഷൻസ് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇവരുടെ ബ്ലോക്കേഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ ബ്ലോക്കേഡ്സ് മാത്രമല്ല, അതിന് മുന്നേ തന്നെയുള്ള നിങ്ങളുടെ സോഷ്യലിസ്റ്റിക് മെഷേഴ്സ് ഇവരുടെ എല്ലാവരുടെയും എക്കണോമിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമല്ലേ നോർത്ത് കൊറിയ. അവർക്ക് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യാനും അവിടെ അത് വളർത്തിക്കൊണ്ടുവരാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ദേ ക്യാൻ ഈസിലി ഡു ദാറ്റ്, റൈറ്റ്? മറ്റേ ദേ ക്യാൻ വർക്ക് അറൗണ്ട് ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. എന്തുകൊണ്ടാണ് നോർത്ത് കൊറിയ ഈ ഒരു അവസ്ഥയിൽ, റൈറ്റ്? സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സാങ്ഷൻ. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാളി കഴിയുമ്പോൾ നമുക്ക് ആരെങ്കിലും മേലെതിരും ബ്ലെയിം ഇട്ടിട്ട് രക്ഷപ്പെടണം. ഇത് നമ്മുടെ കുറ്റമല്ല. ഇത് അമേരിക്ക ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവരൊന്നും ഗുണം പിടിക്കാതെ പോയെന്ന് കാണിച്ച് രക്ഷപ്പെടണം. അല്ല, ഈ വക രാജ്യങ്ങൾ ഇപ്പോൾ നോർത്ത് കൊറിയ നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റേൺ ജർമ്മനി ആ ഒരു ഉദാഹരണം പറയുമല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ സ്വന്തം മോഡൽ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അമേരിക്കയാണ് പ്രശ്നം. ഇറ്റ്സ് നോട്ട് അമേരിക്ക, ഇറ്റ്സ് ദ സോഷ്യലിസ്റ്റിക് പോളിസീസ്. ഈ അമേരിക്കൻ സാങ്ഷൻസിന് മുന്നേ തന്നെ ഇവരുടെയൊക്കെ എക്കണോമിക് സിറ്റുവേഷൻ ഡൗൺ ടേണിലായിരുന്നു. അതിന്റെ ഒരു തുടർച്ച മാത്രമാണ്. ഉറപ്പായിട്ടും സാങ്ഷൻസ് അതിനെ എന്താ പറയാ വേഴ്സ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സാങ്ഷൻ. സോ ഇതിനെ ഇവര് റാഷണലൈസ് ചെയ്യാൻ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണല്ലോ, ഇവര് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഇവർ ഫെയിൽ ആയത്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസം ഇവർ ഫോളോ ചെയ്തിരുന്നെങ്കിൽ എവിടെ സക്സസ്ഫുൾ ആയേനെ എന്നുള്ളത്, അല്ലെ? അത് അങ്ങനെ തന്നെയാണല്ലോ. ഇത് എവിടൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ഇത് തന്നെ പറയും. ഇവർക്ക് ഒരു സൗകര്യമുണ്ട്. ഇവരെ ബുദ്ധിജീവികൾക്കുള്ള സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇവരാരും ഏത് സോഷ്യലിസമാണ് വേണ്ടതെന്നുള്ളതിന് ഇവർക്ക് ഒരു ഉറപ്പൊന്നുമില്ല. ഓക്കെ, ഇവർ കുറച്ച് പറയും ഇവർക്ക് വേണ്ടത് ഈ എന്താ പറയാ വർക്ക് പ്ലേസസ് ഒരു വർക്കേഴ്സ് കോഓപ്പ് പോലെ മാറ്റിയെടുക്കുന്ന വ്യവസ്ഥയാണ് വേണ്ടതെന്ന് പറയും. ഓക്കെ, ആളുകൾ തന്നെ അതിന്റെ ഓണേഴ്സ്, അതാണ് അവരുടെ സോഷ്യലിസം. ഓക്കെ, നാളെ പറയുക ഒരു ചൈനീസ് മോഡലാണ് നല്ലത്, ചൈന വളർന്ന് നോക്കുന്ന പറയും. ഓക്കെ, ചൈനയിൽ ഈ വർക്കേഴ്സ് കോഓപ്പുകളാണുള്ളത്. അല്ല, അവര് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സാലറി ബേസിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ആണ് അവിടെ ഉള്ളത്. നിങ്ങൾ വർക്ക് കോഓപ്സ് ഇപ്പൊ നമുക്ക് 10 പേര് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു കമ്പനി തുടങ്ങി അവിടെ നിങ്ങൾ എല്ലാവരും ഇതിന് പ്രോഫിറ്റ് ഷെയർ ചെയ്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ടോട്ടലി ഫൈൻ ഇൻ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, റൈറ്റ്? പക്ഷെ ഇവരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വർക്ക് കോഓപ്സ് ആണ് വേണ്ടതെന്ന് പറയും, പിന്നെ ചൈനീസ് മോഡലാണെന്ന് വേണ്ടെന്ന് പറയും, പിന്നെ കംപ്ലീറ്റ്ലി സെൻട്രൽ പ്ലാനിംഗ് ആണ് വേണ്ടതെന്ന് പറയും. ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത്, എന്നിട്ട് ഇതിന്ന് പാളുമ്പോ ഇവര് പറയും അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെ. ഓക്കെ, അവിടെ ഒന്നെങ്കിൽ അത് നടപ്പിലാക്കിയ ആളുകളുടെ പ്രശ്നമാണ്. ഇപ്പോ ശരിക്കുള്ള എക്സാക്ട് സംഭവം ശരിക്കുള്ള മത നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ആളുകളെ ഇതാക്കുമ്പോൾ പറയും അത് അയാളുടെ പ്രശ്നമാണ്, ആ ചെയ്ത ആളുടെ പ്രശ്നമാണ്, അത് മതത്തിന്റെ പ്രശ്നമല്ല. അതാണ് സംഭവം. ഓക്കെ, ഇത് സ്ഥിരം ഈ മതവാദികളുടെയും സ്ഥിരം ഡയലോഗ് ആണല്ലോ. എനിക്ക് ഇനി ഒരുപാട് സംസാരിക്കാൻ, പക്ഷെ നമ്മൾ ഓൾറെഡി സമയം ഒരുപാട് വൈകി. പക്ഷെ ഞാനിപ്പം യുനോ എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഏരിയ എക്സ്പെൻസീവ് ഷൂസ്, എക്സ്പെൻസീവ് വാച്ചസ്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ. സോഷ്യലിസ്റ്റുകൾക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാരണം, സൊഹ്റാൻ മംദാനിന്റെ വയസ്സ് $1,000 ബൂട്ട്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇനോഗ്രേഷൻ സെറമണിക്ക് ഇട്ടത്. അപ്പൊ കുറെ ആൾക്കാർ വന്ന് ക്രിറ്റിസൈസ് ഉണ്ട്, ഇങ്ങനെ സോഷ്യലിസം പറയുന്നത് നിങ്ങൾ എങ്ങനെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് ഇട്ടു. അതുപോലെ മംദാനിന്റെ അവരുടെ ഹോം ടൗണിലുള്ള എസ്റ്റേറ്റ്, $1 million എസ്റ്റേറ്റ് ആണ് അവരുടെ ഹോം ടൗണിൽ. ബെർണി സാൻഡേഴ്സ്, അതെ, ഹസൻ പൈക്കറിന്റെ ഗ്ലാസസ്, $1,000 ഗ്ലാസസ്, അതുപോലെ ബെർണി സാൻഡേഴ്സിന്റെ വെൽത്ത്, ഇപ്പൊ ഈ ഒരുപാട് സെനറ്റേഴ്സിന്റെ വെൽത്തും, സോഷ്യലിസം പറയുന്ന ആൾക്കാരുടെ വെൽത്ത് വളരെ കൂടുതലാണ്. സോ അത് ശരിക്കും ഫെയർ ആണോ ഇവർക്ക് ഇത്രയും വെൽത്ത് ഉള്ളത്? നമുക്കത് ഫെയർ ആണെന്ന് പറയാനല്ലോ. നമ്മളൊക്കെ പഞ്ചായത്ത് റോഡിൽ കൂടെ പോയിട്ട് സ്കൂളിൽ പോയി പഠിച്ചവരാണല്ലോ. അത് നമുക്ക് വരെ കളിയാക്കാൻ പറ്റില്ല. ഞാനതാ നേരത്തെ പറയാതിരുന്നു. ഞാൻ പഞ്ചായത്ത് റോഡിൽ കൂടെ നടന്നു പോയിട്ടാണ് ഞാൻ സ്കൂളിലൊക്കെ പോയിരുന്നത്. ഇതിന് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹിപ്പോക്രസി മനസ്സിലാക്കി. ഇവര് ഏറ്റവും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ ടീമുണ്ട്, ഐഫോൺ എങ്ങനെ സോഷ്യലിസ്റ്റ് പ്രോഡക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ മറ്റേ സോഹ്റാൻ മംദാനിയുടെ വൈഫിനൊക്കെ ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഈ ഷൂസ് ഉണ്ടല്ലോ, ഈ ഷൂസ് എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് പ്രോഡക്റ്റ് ആവുന്നത്, അതെങ്ങനെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇതിന്റെ റിസർച്ച് നടന്നത്, അത് പബ്ലിക്കലി ഫണ്ടഡ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്കൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ന്യായീകരിക്കാവുന്നേ ഉള്ളൂ.
സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം, ഇത് ഒരു അനക്ഡോട്ടൽ സംഭവം, ഒരു ഇതായിട്ട് പറഞ്ഞാൽ കരുതിയാൽ മതി. അതായത് ബേസിക്കലി ഇവർ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ പണത്തിനോട് ആഗ്രഹമുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ എൻവി ഉള്ള ആളുകളാണ്. ഇതൊരു പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് കണക്കാക്കണ്ട. ഇവര് ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഈ വക സംഭവങ്ങളിലെല്ലാം. ഓക്കെ, എന്നിട്ട് ഇവർക്ക് പക്ഷെ ദേ വോണ്ട് ടു പ്രൂവ് സം പോയിന്റ്സ്, റൈറ്റ്? ഇവരുടെ മതപുസ്തകത്തിലുള്ള സാധനങ്ങൾ ശരിയാണെന്നുള്ളത് ഇവർക്ക് വരുത്തി തീർക്കണം. അപ്പോൾ ഇവർ ഹിപ്പോക്രസി, എന്താ പറയുക, ദേ ഹാവ് എ ചോയ്സ്, റൈറ്റ്? ദേ ഹാവ് എ ചോയ്സ്. നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇവർ പറയുന്നത് ബേസിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങൾക്ക് ഒരു സാധനം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വാങ്ങുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഇതേ സംഭവം എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ എക്സ്പ്ലോയിറ്റേഷൻ നിന്ന് കൊടുക്കുന്നവരാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ എക്സ്പ്ലോയിറ്റേഷൻ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇന്നത്തെ മോഡേൺ ടൈമിൽ ഇവർക്ക് കമ്പനികൾ തുടങ്ങാം, ഇവർക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കാം. ഈ എക്സ്പ്ലോയിറ്റേഷൻ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് വർക്കേഴ്സ് കോഓപ്സ് തുടങ്ങാം. ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇവർക്ക്. വർക്ക് കോഓപ്സ് തുടങ്ങാം, ഇവർക്ക് ഇതുപോലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാം. ഈ പ്രോഫിറ്റ് മോട്ടീവ് അല്ലാണ്ട് ഈ വക സംഭവങ്ങളൊക്കെ നടത്തി കാണിച്ചു തരാവുന്നതാണ്. ഇവരത് ചെയ്യില്ല. ഇവര് ഈ വക ഹൈഫൈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്, ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സ്റ്റീവ് ജോബ്സ് ഒക്കെ ഒരു കറുത്ത ഷർട്ടും ജീൻസ് പാൻറ്റും ഇട്ടിട്ടാണ് അയാള് എല്ലാവരുടെയും അപ്പിയർ ചെയ്തിരുന്നുണ്ടായിരുന്നത്. അയാള് വളരെ ഏർലി ഏജിൽ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ക്യാപിറ്റലിസ്റ്റുകൾ നമ്മൾ കാണുമ്പോൾ there are people who own yachts and expensive places. അതുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളൊരു ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളെ എനിക്ക് നോക്കി, ദേ ആർ വർക്കഹോളിക്, ദേ ആർ എക്സ്ട്രീംലി പാഷനേറ്റ്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം, വലിയ ഡ്രീം ഉള്ള അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ വെൻ യു ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്, വെൻ യു ലുക്ക് അറ്റ് ദീസ് ഗൈസ്, ദേ നീഡ് ജസ്റ്റ് അറ്റൻഷൻ. എന്താ പറയുക, ഈ പറഞ്ഞ പോലുള്ള ഫാഷൻ സംഭവങ്ങളൊക്കെ കാണിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഹോബി. ഫൈനലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഓൾ മോഡൽസ് ആർ ഇംപെർഫെക്റ്റ്, സം മോഡൽസ് ആർ ബെറ്റർ ദൻ അതേഴ്സ്, അല്ലേ? സോ താങ്ക് യു സോ മച്ച് ജിഷ്ണു നമ്മുടെ ചാനലിൽ വന്നതിന്. ജിഷ്ണുവിന് എന്തെങ്കിലും കൺക്ലൂഷണറി സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ സോഷ്യലിസത്തിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോഷ്യലിസം നമ്മുടെ കുടുംബത്തിൽ വർക്കാവും. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്, ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് വർക്ക്. അത് വർക്കാവും. പക്ഷേ സിംപ്ലി ഡസൻ സ്കെയിൽ. നമുക്കൊരു സൊസൈറ്റി ലെവലിലേക്ക് പോകുമ്പോൾ, എന്തിന് നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിട്ടൊരു സ്കൂൾ അസൈൻമെന്റ് ചെയ്യുമ്പോൾ പോലും സോഷ്യലിസം വർക്കാവില്ല. ഒരുത്തം വർക്ക് ചെയ്യാണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് അവന് ഈക്വൽ മാർക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു അസൈൻമെന്റ് ഒക്കെ ചിലപ്പോൾ ഓക്കെ ശരിയെന്ന് പറയും. പക്ഷെ അടുത്ത അസൈൻമെന്റ് വരുമ്പോഴേക്കും പറയും അങ്ങനെ വേണ്ട, അവൻ നമ്മുടെ ടീമിലേ വേണ്ടെന്ന് പറയും. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറഞ്ഞ പോലെ ആളുകൾ ഇന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ വ്യവസ്ഥകളിലും ഫ്ലോസ് ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത്, ഇന്ന് നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്, ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് എവ്രി വൺ ടു ടോക്ക് ടു ദെയർ പേരൻസ്. അവരുടെ പാരൻസിനോടോ ഗ്രാൻഡ് പാരൻസിനോടോ അവർ ജീവിച്ചിരുന്ന അവസ്ഥകളെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കണം. എനിക്ക് എന്നെ പെർസ്പെക്റ്റീവ് ഒരുപാട്. അപ്പോൾ പിന്നെ നമ്മുടെ നാട് ഇനിയും കൂടുതൽ എക്കണോമിക് ഫ്രീഡം നേടേണ്ടതുണ്ട്. ആളുകൾ കൂടുതൽ ക്യാപിറ്റലിസ്റ്റിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതൽ ഓൺടർപ്രണേഴ്സ് ഉണ്ടായി വരേണ്ടതുണ്ട്. ഓൺടർപ്രണേഴ്സിനെ നമ്മൾ എംബ്രേസ് ചെയ്യേണ്ടതുണ്ട്. അവരാണ് പ്രോബ്ലം സോൾവേഴ്സ്, അവരാണ് എംപ്ലോയ്മെന്റ് ക്രിയേറ്റേഴ്സ്, അവരാണ്. അങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്താ പറയുക ബെറ്റർ ടെക്നോളജി ഉപയോഗിക്കുന്നത്, ബെറ്റർ എന്താ പറയുക മെഡിക്കൽ സിസ്റ്റം, എല്ലാ സംഭവങ്ങളും ആളുകൾ ഇൻഡിവിജ്വൽ പാഷൻ കൊണ്ട് അതിനെ പിന്തുടരുന്നതിൻ്റെ പുറത്താണ് നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ ഇതാക്കുന്നത്. സോ അതിനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. മലയാളീസ് അങ്ങനെ ഇൻഡിവിജ്വൽ ഫ്രീഡം ഒക്കെ വളരെ എന്താ പറയുക, കമ്പയർഡ് ടു അതർ പീപ്പിൾ ഇൻ ഇന്ത്യ, ലൈക്ക് ഇത് ഭയങ്കര എന്താ പറയുക ജനറലിസ്റ്റിക് ആയിട്ട് ഞാൻ പറയാം, അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയല്ല. പക്ഷെ മലയാളികൾക്ക് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനൊക്കെ ഭയങ്കര വാല്യൂ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ നമുക്കായിരിക്കും ഈ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പം, ക്യാപിറ്റലിസത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. സോ ദാറ്റ്സ് വൈ I have to hop on a call. So it was great pleasure talking to you, Patu. Thank you so much. Thank you so much. Bye. സോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ക്യാപിറ്റലിസ്റ്റ് ഫ്രണ്ട്സിനാണെങ്കിലും സോഷ്യലിസ്റ്റ് ഫ്രണ്ട്സിനാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ്സിൽ രേഖപ്പെടുത്തുക. നമ്മളായിട്ട് ഡിസഗ്രി ചെയ്യുക. നിങ്ങൾക്ക് ഡിസഗ്രി ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിസഗ്രി ചെയ്യാം. പേഴ്സണൽ അറ്റാക്സിലോട്ട് പോകാതെ, ഗസ്റ്റിന് പേഴ്സണൽ അറ്റാക്സിലോട്ട് പോകാതെ, നിങ്ങൾക്ക് ആള് പറഞ്ഞ എന്തെങ്കിലും ഒപ്പീനിയൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒപ്പീനിയൻസിനോടും ഞാൻ പുഷ് ബാക്ക് ചെയ്യാൻ യൂസ് ചെയ്ത കുറച്ച് ആർഗ്യുമെന്റ്സിനൊക്കെ എതിരെ നിങ്ങൾക്ക് ഡിസഗ്രിമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ്സിൽ അത് രേഖപ്പെടുത്തുക. റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള
ഡിസഗ്രിമെന്റ്സ് നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് വീഡിയോ ഹൈപ്പ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.